അല്ലാഹു 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 അസ്സുബ്ഹു ബദാ മിൻ طلعته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا ونبينا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. فبأي آلاء ربكما تكذبان. يرسل عليكما شواظ من نار ونحاس فلا تنتصران. فبأي آلاء ربكما تكذبان. سبحانك لا بشيء من آلائك ربنا نكذب فلك الحمد. صدق الله مولانا العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഇരുത്തമായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും പാപങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അള്ളാഹു നബിയിനെയും ഔലിയായിനെയും സ്വാലിഹീങ്ങളെയും സ്നേഹിക്കുന്നവരാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നിഅമത്താണ് നമ്മുടെ ജീവിതം. ആ ജീവിതം മുഴുവനും നന്മ കൊണ്ട് അള്ളാഹു നിറക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ധാരാളം ചെയ്യാൻ റബ്ബ് അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും പറയാത്തവരും ഓർമ്മപ്പെടുത്തിയവരും അതിന് സൗകര്യപ്പെടാത്തവരും എല്ലാ രോഗികൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിലുള്ളവർ, നിങ്ങളുമായി നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, പങ്ങന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാവരുടെയും രോഗം അള്ളാഹു ഈ പരിശുദ്ധ മജ്ലിസിൻ്റെ ഹഖ് കൊണ്ട് അള്ളാഹു അവർക്ക് ശിഫ വിധിക്കുമാറാകട്ടെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയഹും ജമീഅ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയഹും ജമീഅ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയഹും ജമീഅ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സൂറത്തുർ റഹ്മാനിലെ 33-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് 33, 34, 35, 36 രണ്ടായത്തുകൾ അതിൻ്റെ ഇടക്ക് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറയുടെ മധ്യത്തിലെത്തിയിരിക്കുകയാണ്. 33, 34 ആയത്തുകളാണ് നമ്മൾ ഏകദേശം അതിൻ്റെ മധ്യഭാഗത്താണ് അല്ലേ. 78 ആയത്തുകളുണ്ട്, പക്ഷെ അതിൻ്റെ മധ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി പരലോകത്തിൻ്റെയും
ഹിസാബിൻ്റെയും ആഖിറത്തിൻ്റെയും വിഷയങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഇനി അള്ളാഹു തആല ഗൗരവമായി ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. കുറ്റം ചെയ്ത ആളുകളെ അന്ന് മുഖത്തെ ലക്ഷണം കൊണ്ട് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ക്രിമിനലുകൾക്ക് അള്ളാഹു നൽകാൻ പോകുന്ന ശിക്ഷകളൊക്കെ പറയാൻ പോകുന്ന ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അവൻ്റെ അദാബിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ വലിയൊരു ചാലഞ്ച് ചെയ്ത ഭാഗമാണിത്. ഇത് 21-ാം നൂറ്റാണ്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആയത്താണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. ഇത് ഈ ആയത്ത് തെറ്റായി മനസ്സിലാക്കി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു പേടി തോന്നാറുണ്ട്. ഇപ്പോൾ ആയത്തിൻ്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ, മനുഷ്യരെ ജിന്നുകളെ, ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദു കടന്നു കയറിപ്പോകാൻ, തുളച്ചു കയറിപ്പോകാൻ സാധിക്കുമെങ്കിൽ, മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ അറ്റങ്ങളെ കീറിമുറിച്ച് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫംഫുദു നിങ്ങളൊന്ന് പൊയ്ക്കാട്ടെ, നിങ്ങളൊന്ന് പോയി നോക്കി. ആകാശഭൂമികളുടെ അറ്റങ്ങളെ ഭേദിച്ചു മുറിച്ചു കടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യിൻ. ലാ തൻഫുദൂൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇല്ലാ ബിസുൽത്താൻ അള്ളാഹു നൽകുന്ന പരമാധികാരം കൊണ്ടല്ലാതെ നിങ്ങൾക്കിത് സാധ്യമാവുകയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം ചന്ദ്രനിൽ പോകാൻ പറ്റില്ലെന്നോ നാസയ്ക്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റൂല എന്നോ ഇതൊന്നുമല്ല. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ മൊത്തം റേഡിയസിൻ്റെ 0.2% മാത്രമേ മനുഷ്യൻ സഞ്ചരിച്ചിട്ടുള്ളൂ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കണക്കുകൾ വഴി പറയാൻ പോവാണ്. ചിലരിതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ചന്ദ്രനിലേക്ക് പോകാൻ പറ്റൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ലാ ബി സുൽത്താൻ അള്ളാഹു നൽകുന്ന മഹത്തായ കഴിവ് കൊണ്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പം നിങ്ങൾ പോയിട്ടുണ്ട്. അതല്ല ഈ ആയത്തിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ പ്രസംഗിക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. യാ അള്ളാഹ്, ഈ ആയത്തിൻ്റെ ആശയം അതല്ല. ചന്ദ്രനിൽ പോവുക, ചൊവ്വയിൽ പോവുക, നിങ്ങൾ സാറ്റേണിലോ നിങ്ങൾ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന സൂര്യൻ്റെ അപ്പുറമുള്ള ഏറ്റവും ആദ്യത്തെ നക്ഷത്രമുണ്ടെങ്കിൽ അവിടെ പോയിക്കോ. ഇതൊന്നും ഒന്നുമല്ല. അഖ്താറുസ് സമാവാത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം റേഡിയസ് നിങ്ങൾക്ക് മുറിച്ചു കടക്കാൻ കഴിയുമോ? ഇംപോസിബിൾ, സാധ്യമേ അല്ല. ഭൂമിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവിടെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റാണ്. ബുദ്ധിപരമായ മനുഷ്യൻ്റെ ബുദ്ധിയോട് അള്ളാഹു സംവദിക്കുന്ന ഒരു ആയത്താണ്. കാരണം ലോകത്ത് പലർക്കും പല വിഷയങ്ങളായിരിക്കും ദുനിയാവിൽ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുക. ചിലർക്ക് സ്പേസിനെ സംബന്ധിച്ച് ഭയങ്കര കോസ്മോളജി ഭയങ്കര സംഭവമായിരിക്കും, ആകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇപ്പോൾ നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളാണ്. ഇതൊന്നും അള്ളാഹു ചെറുതായി കാണിക്കല്ല. പക്ഷേ ഇതൊന്നുമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ലോകം ഇതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറം കിടക്കുന്ന സംഗതികളാണ്. അതിനൊന്നും മുറിച്ചു കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. അള്ളാഹു തആല ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നൽകുന്ന പരമാധികാരം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അങ്ങനെ ഒരു പരമാധികാരം അള്ളാഹു നൽകിയത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് 27 രാവിൽ ഹിജ്റ പോകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് 7 ആകാശങ്ങളും അതിനപ്പുറവും സിദ്റത്തുൽ മുൻതഹായും ലൗഹും ഖലമും അള്ളാഹുവിൻ്റെ തിരുസന്നിധാനവും എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സുൽത്താൻ, അള്ളാഹു നൽകുന്ന പരമമായ അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹു നൽകുന്ന കഴിവും. ഇതുകൊണ്ടല്ലാതെ ഒരാൾക്കും കഴിയൂല. ഇല്ല, സാധിക്കുമെങ്കിൽ അത് ഒരാൾക്കേ കഴിഞ്ഞുള്ളൂ. അത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇൻഷാ അല്ലാഹ് നമ്മൾ ആയത്തിനെ ശരിക്കൊന്ന് ആയത്തിലിറങ്ങി നമ്മൾ പഠിക്കുകയാണ്. കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും ഇൻഷാ അല്ലാഹ്. നമ്മൾ ക്ലാസ് റൂം ഇത് എന്താണ് പഠിക്കുകയാണ്, നമ്മൾ ക്ലാസ്സിലെ പഠിക്കുകയാണ്. വിദ്യാർത്ഥികളും ഒരു ഉസ്താദൊന്നും പറയാനായിട്ടില്ല, ഞാൻ ഇപ്പം എന്താ പറയുക, നമ്മൾ പഠിക്കുകയാണ്, നമ്മളെല്ലാവരും പഠിക്കുക. ഉസ്താദ് വേറെ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില ആളുകൾക്ക് ഭയങ്കര രസമായിരിക്കും ഈ ആകാശയാത്രകളെ സംബന്ധിച്ച് പറയുന്നത്. ചിലർക്ക് ഓരോരുത്തർക്കും ചിലർക്ക് ആകെ തിന്നുന്നതിനെ പറ്റി പറയാനായിരിക്കും ഇൻട്രസ്റ്റ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അവിടെ, ഏതൊക്കെ ആൾക്കാരുടെ തട്ടുകടകളുള്ളത്, ഒരു ഭയങ്കര ആ എൽമ ഭയങ്കരമായിരിക്കും. ഒരു എവിടെയൊക്കെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടർക്ക് അതായിരിക്കും. ചില കൂട്ടർക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. ചില ആളുകൾക്ക് ചില ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ ചർച്ചകളായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെടുക. ചില അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഖുർആനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഖുർആൻ ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്നതാണ്, എല്ലാ വിഭാഗത്തെയും. ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഇതാണ്. നമ്മുടെ അമലുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ ആയത്തിൽ നിന്ന് എന്താ നമുക്ക് അമല് ചെയ്യാനുള്ളത്? ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ പരമാധികാരം മനസ്സിലാക്കുക എന്നതാണ്. അതാണല്ലോ ഇബാദത്തിൻ്റെ ഒക്കെ പരമമായ ലക്ഷ്യവും. അതാണ് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ. അള്ളാഹുവിൻ്റെ വിളിയാണ്. യാ തുറന്നു പറയാ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരെ ജിന്നുകളെ, ഇനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദു. എന്താണ് നഫദ എന്ന് അറബിയിൽ പറഞ്ഞാൽ? നഫദ സഹ്മു ഫിർ റമിയത്തി നുഫൂദൻ എന്ന് പറഞ്ഞാൽ അമ്പ് അതിൻ്റെ വില്ലിൽ നിന്ന് പുറത്തുപോയി, വസഖബ ഫിൽ ഖശബ്, അതിൻ്റെ ലക്ഷ്യസ്ഥാനം എവിടെയോ അവിടെ ചെന്ന് തറച്ചു കയറുമ്പോഴാണ് നഫദ, പെനിട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പോഴാണ് അതിനെ കീറി മുറിച്ച് അപ്പുറം കിടക്കണം, അപ്പോഴാണ് നഫദ എന്ന് പറയാം. അൻ തൻഫുദു അഖ്താർ. അഖ്താർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സർക്കംഫറൻസ്, ഭൂമിയുടെ സർക്കംഫറൻസ്, ഭൂമിയുടെ ചുറ്റളവ്. ഖത്തർ എന്നൊക്കെ പറയുന്നത് അർത്ഥം ഭൂമിയുടെ സെന്ററിനെ ലക്ഷ്യമാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഖത്തർ എന്ന് പറയും. മഴ പെയ്യുമ്പോൾ ഖത്തർ, തഖാതറ ഖതറതു മാഇൻ തഖാതറത്തി സമാ എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ ഭൂമിയെ ലക്ഷ്യമാക്കി വീഴുമ്പോഴാണ് മഴക്ക് ഖത്തർ എന്ന് അറബിയിൽ പറയാം. പറഞ്ഞാൽ ഭൂമിയെ സെന്ററാക്കി വരുന്നത്. ഇനി അള്ളാഹു പറയാൻ, ഭൂമിയെ നിങ്ങൾക്ക് തുളക്കാൻ പറ്റുമോ? പലതും നടക്കുന്നില്ലേ? ഭൂമിയും ആകാശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. സമാവാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉപരിമണ്ഡലം. അള്ളാഹു ഏതെല്ലാം മേലെയുണ്ടോ, ഉന്നതിയിലുണ്ടോ, അതിനാണ് സമാ എന്ന് അറബിയിൽ പറയാം. സാമി എന്ന് പറഞ്ഞാൽ ഉന്നതനായ മനുഷ്യൻ എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അറബികൾക്കൊക്കെ അങ്ങനെ പേരുണ്ടാവും. നമ്മളെ നാട്ടിൽ പേരിട്ടാൽ കുട്ടികൾ കുടുങ്ങിപ്പോവും സ്കൂളിലൊക്കെ, അല്ലേ? കുട്ടിക്ക് സാമി എന്ന് പേരിട്ടാൽ നല്ല അർത്ഥമുള്ള വാക്കാണ്. പറ്റൂല, നാട്ടിൽ പറ്റൂല, എന്ത് ചെയ്യും? ഖദീജ എന്നിട്ടാ ഖദീസോ എന്നാ വിളിച്ചത്, പിന്നെ സാമിൻ്റെ കാര്യം പറയണോ? അയ്യപ്പാ വിളിച്ചൂലോനെ. സുബ്ഹാനല്ലാഹ്, നല്ല അർത്ഥമാണ്. സമാ എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്, ഉയരെ, ഉന്നതി എന്നൊക്കെയാണ് അർത്ഥം. സാമി, സമാ യസ്മു സമാഅൻ, ഏതെല്ലാം ഉയർന്നിട്ടുണ്ടോ അതിനൊക്കെ ഈ സീലിങ്ങിന് വേണമെങ്കിൽ ഭാഷയിൽ നമുക്ക് സമ എന്ന് പറയാം. പ്രയോഗത്തിൽ പറയൂലേ ഒരു സീലിങ്ങിന് ഉന്നതിയിലുള്ള ഭാഗം സമ. ദാനി ദുന്യ എന്നൊക്കെ പറഞ്ഞാൽ താഴ്ന്നത്, താഴ്ന്ന ഭാഗത്തിന് അങ്ങനെ പറയും. മേലത്തേതിന് സമ എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ എന്ന് പറഞ്ഞാൽ അസ്സമാഉ ദുന്യ, ഒന്നാനാകാശമാണ്. എന്തുകൊണ്ടാണ്? ഒന്നുകൂടെ പറയാണ്. ഒന്നാനാകാശത്തെ സംബന്ധിച്ചുള്ള അല്ലാഹു തആല പറഞ്ഞ വാക്ക് സൂറത്തു തബാറക്കയിൽ, സൂറത്തുൽ മുൽക്കിൽ കാണാൻ കഴിയും. എന്താണ് ഒന്നാനാകാശം എന്ന് പറഞ്ഞത്? ഇതും തെറ്റിദ്ധരിക്കപ്പെടുന്ന സംഗതിയാണ്. ചിലരൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്, വാളൊക്കെ പറയാറുണ്ട്. 7 ആകാശങ്ങളും ഇതാ സയൻസ് കണ്ടെത്തി. സയൻസിൻ്റെ പിന്നാലെ അങ്ങനെ പോകണ്ട. അവർ കണ്ടെത്തി ഹക്കാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രം നമ്മൾ ഖുർആനുമായി താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് പഠനമാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് സ്റ്റഡി, വളരെ സമീകൃതമായി സിസ്റ്റമാറ്റിക്കായി ഒരു വിഷയം പഠിക്കുന്നതിന് നമ്മൾ സയൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? സമയമാവുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞേക്കും 7 ആകാശം, ട്രാൻസ്പോസ്ഫിയർ, അയോണോസ്ഫിയർ, നാനോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് ഈ ഭൂമിയുടെ അന്തരീക്ഷങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ലെയറുകൾ, നമ്മുടെ വായുമണ്ഡലത്തിൻ്റെ വിവിധ തട്ടുകൾ, അപ്പോൾ 6 ഉണ്ടെന്ന് പറഞ്ഞു സയൻസിൽ. അപ്പോൾ 7ാമത്തോ എന്തായാലും ഒരു കണ്ടെത്തുന്നൊക്കെ അങ്ങനെയൊക്കെ പ്രസംഗിച്ചു പോയിട്ടുണ്ട് മുമ്പൊക്കെ. അന്ന് ഏതായാലും ഒരു പഠിക്കുന്ന ഒരു വിഷയത്തിലേക്കുള്ള സൂചനകളാണ്. പക്ഷെ ഇതല്ല ആകാശം എന്ന് പറഞ്ഞാൽ.
ഭാഷയിൽ അങ്ങനെ പറയും. ആകാശം വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഇതാണ് ഒന്നാം ആകാശം. വലഖദ് സയ്യന്ന السماء الدنيا, ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് ബിമസ്വാബീഹ, നക്ഷത്രങ്ങളെ കൊണ്ട്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നത്. ഒന്നാം ആകാശത്തിന്റെ അലങ്കാരമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എത്ര? ഭൂമിയിലെ ബീച്ചുകളായ രാജ്യങ്ങളിലെ ബീച്ചുകളിലെല്ലാം എത്ര മണൽത്തരികളുണ്ടോ ആ മണൽത്തരികളുടെ എണ്ണത്തിന് തുല്യമായി ആകാശലോകത്ത് നക്ഷത്രങ്ങളുണ്ടെന്നാണ്. അത്ര നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ, വേറെ അക്കം പറയാൻ വയ്യ. എന്താ ഒരു കയ്യിൽ ഒരു മണൽ വാരെടുത്ത എത്ര നക്ഷത്രം? ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ഓട്ടോറിക്ഷൻ്റെ വലുപ്പമുള്ളൂന്നാ. ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ എത്രയാ? ഭൂമിയേക്കാളും ഇരട്ടിക്കരട്ടി വലുപ്പമുള്ളതാ ഓരോന്ന്. ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം കിലോമീറ്ററിന് അളക്കൂല. ആകാശലോകത്തെ ദൂരം അളക്കൽ മൈലും കിലോമീറ്ററും അല്ല, പ്രകാശവർഷമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നുണ്ട്. പ്രകാശവർഷങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പ്രകാശം ഒരു വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം എന്ന്. ഒരു പ്രകാശ സെക്കൻഡ് ഉണ്ട്, ഒരു പ്രകാശ മിനിറ്റ് ഉണ്ട്, ഒരു പ്രകാശ മണിക്കൂർ എന്നൊക്കെ സങ്കല്പിക്കാം. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം അല്ലേ? എത്ര കിലോമീറ്റർ സ്പീഡ് ഒരു സെക്കൻഡിൽ? പഠിച്ചിട്ടുണ്ട് അല്ലേ? 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡ് വാച്ച് നോക്കുമ്പോഴേക്കും 2 സെക്കൻഡായി പോകും. അതാണ് സെക്കൻഡിന്റെ അവസ്ഥ. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ദൂരം പോകുന്ന സാധനമാണ് സൂര്യപ്രകാശം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അപ്പൊ ദൂരം കണക്കാക്കൽ അങ്ങനെയാ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അപ്പൊ ഒരു മിനിറ്റിൽ എത്ര? 60 സെക്കൻഡിൽ എത്ര 3 ലക്ഷങ്ങളുണ്ട്? 60 3 ലക്ഷം വരണം അല്ലേ? അതാണ് ഒരു മിനിറ്റ്, പ്രകാശ മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രകാശ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇതിങ്ങനെ പോയാൽ എത്ര ദൂരെത്തും? അതാ ഒരു സെക്കൻഡ് പോയാൽ 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രകാശം ഒരു വർഷം നിരന്തരമായി പോയാൽ ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ ഒരു വർഷം ഇതിനെ സഞ്ചരിക്കാൻ വിട്ടാൽ എത്തുന്ന അറ്റത്തിനാണ് നമ്മൾ പറയാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രകാശവർഷം ദൂരമുണ്ട്. എങ്ങനെയാ അപ്പോൾ ഇതൊക്കെ പറയാ? അളക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ സ്ഥലം അടക്കണ പോലെ ബെൽറ്റ് വെച്ചിട്ട് അടക്കാൻ പറ്റുമോ ആകാശലോകം? ഇല്ല. അവിടെ എങ്ങനെ അളക്കുക? പ്രകാശ ദൂരം വെച്ചിട്ട് അടക്കുക. അതുകൊണ്ട് പ്രകാശവർഷം എന്നേ പറയാ. മൈലും കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആകാശലോകത്തിന്റെ അളവ് അങ്ങനെയാ. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ എത്ര? 8 മിനിറ്റും ഏതാനും സെക്കൻഡുകളും എടുക്കും. 14 സെക്കൻഡ് എടുക്കും. സൂര്യൻ ഇങ്ങോട്ട് ഒരു പ്രകാശം ഭൂമിക്ക് തട്ടണമെങ്കിൽ എടുക്കുന്ന ദൂരം 8 മിനിറ്റാണ്. സുബ്ഹാനല്ലാഹ്. ചന്ദ്രനിൽ നിന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം 1 സെക്കൻഡ് 1.25 സെക്കൻഡ് ദൂരമാണ്. 1.25 സെക്കൻഡ്. അപ്പോ ഒരു 3 ലക്ഷത്തിന്റെ കാൽ എത്രയായിട്ട് വരും ഇൻഷാ അല്ലാഹ്? 3 ലക്ഷത്തിന്റെ കാല് 75 അല്ലേ? 75. അങ്ങനെ വരികയാണെങ്കിൽ 3,70,75,000 കിലോമീറ്റർ ദൂരത്തിലാ ചന്ദ്രൻ നിൽക്കുന്നത് എന്നാ പറഞ്ഞതിനർത്ഥം. ഇവിടുന്ന് ഭൂമിന് ചന്ദ്രനിലേക്കുള്ള ദൂരം അതാണ്. സുബ്ഹാനല്ലാഹ്. ആ വലിയൊരു അള്ളാഹുവിന്റെ വലിയൊരു ലോകം പഠിപ്പിച്ചതാണ് അള്ളാഹു തആല ഇവിടെ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ഇനിസ്തതഅതു, നിങ്ങൾക്ക് കഴിയും തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശ്രമിക്കും, അതല്ലേ ഇങ്ങനെയൊക്കെ. ഇങ്ങനൊരു പരിശ്രമങ്ങൾ നടക്കുന്നത് അതുകൊണ്ടല്ലേ. ആകാശ ലോകത്തേക്കുള്ള എക്സ്പ്ലോറേഷൻ നടക്കണം. മനുഷ്യന് ഭൂമിയുടെ അപ്പുറത്തേക്ക് ജീവനുണ്ടോ? ഭൂമിന്റെ അപ്പുറത്ത് വല്ല ജീവികളുമുണ്ടോ? ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോ ഡോക്ടർ ഫാറൂഖ് അൽബാസ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം മഹാനായ ഷെയ്ഖ് അബ്ദുൽ മജീദ് സിന്ദാനി, ഇത് ഏറ്റവും കൂടുതൽ ഖുർആനും സയൻസും ഫീൽഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് അബ്ദുൽ മജീദ് സിന്ദാൻ അവറുകൾ. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. കണ്ട ഏതോ ഒരു സാധു നാടൻ മനുഷ്യനെന്നാണ് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ വല്ല ഫോട്ടോ ചിത്രങ്ങൾ കണ്ടാൽ ഷെയ്ഖ് അബ്ദുൽ മജീദ് അദ്ദേഹം ജർമ്മനിയിലും വാഷിങ്ടണിലും USA മറ്റു പല ഭാഗങ്ങളിലും കാനഡയിലും ഫ്രാൻസിലും ഇവിടെയൊക്കെ നടന്ന് സയൻറ്റിസ്റ്റുകളുടെ കൂടെ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്ത് പഠിക്കുന്ന ആളാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹം ഏത് അറബ് രാജ്യക്കാരനാണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ അദ്ദേഹം പ്രഗത്ഭന ഒരുപാട് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ജീവിച്ചിരിപ്പുള്ള ആളാണ് അദ്ദേഹം. ഒരുപാട് സംഭവങ്ങൾ സമർത്ഥിക്കും. അദ്ദേഹം ഭയങ്കര ഒഥോറിറ്റേറിയൻ ഇൻ ദിസ് ഫീൽഡ്. ഈ വിഷയത്തിൽ ആധികാരികമായ ചർച്ച നടത്തുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുൽ മജീദ് അസ്സിന്ദാൻ. വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അറബി അറിയുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഷെയ്ഖ് അബ്ദുൽ മജീദ് അസ്സിന്ദാൻ ഏറ്റവും വലിയ ഇന്ന് ഭൂമിയുടെ
മുകളിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ ശാസ്ത്രവും ഖുർആനും എടുത്ത് പഠിക്കുന്ന വിരലിലെണ്ണാവുന്ന എടുത്തു പറയാവുന്ന പണ്ഡിതന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് സഗലൂൽ അൽ നജ്ജാർ, ഈജിപ്തുകാരനായ ഷെയ്ഖ് സഗലൂൽ അൽ നജ്ജാർ. അതിൽപ്പെട്ട മറ്റൊരാളാണ് മുഹദ്ദിസ് അബ്ദുൽ ഹമീദ് അബ്ദുൽ ഹലീം അദ്ദായിം, ഷെയ്ഖ് അബ്ദുൽ ഹലീം അദ്ദായിം, ഷെയ്ഖ് സഗലൂൽ നജ്ജാർ, ഷെയ്ഖ് അബ്ദുൽ മജീദ് സിന്ദാൻ, ഇവരൊക്കെ ഭയങ്കര പണ്ഡിതന്മാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, ഇവരൊക്കെ അള്ളാഹു ഒരു തൗഫീഖാണ് കൊടുക്കുകയാണ്. എത്ര കിതാബുകൾ എഴുതിയത്. സഗലൂൽ നജ്ജാർ എന്ന് പറയുന്ന ഈജിപ്ത് പണ്ഡിതൻ, അദ്ദേഹം ദുബൈയിൽ അടുത്ത കാലത്ത് ഏതാനും ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിൻ്റെ പേഴ്സണാലിറ്റി അവാർഡ് സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരമുണ്ടായി. അൽഹംദുലില്ലാ. അദ്ദേഹം UK പഠിച്ച ആളാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 500 പേജിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഖുർആനും ഭൂമി എന്ന് പറഞ്ഞിട്ട്. അത്ര തന്നെ 450ഓളം പേജിലുള്ള കിതാബ് എഴുതിയിട്ടുണ്ട്, ഖുർആനും ആകാശം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങ് എൻസൈക്ലോപീഡിയകളാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു പേജ് എഴുതണമെങ്കിൽ എത്ര പഠിക്കണം എന്നാ? നമുക്കിതൊന്നും വായിക്കാൻ പറ്റണില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളാകെ ജീവിക്കണത് പുരണ്ടാക്കാനും കുട്ടികളെ കെട്ടിക്കുവാനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളാകെ വന്നത് പൈന ഭൂമിക്ക് എന്തിനാ വന്നത്? ജോലിക്കൂടെ കുട്ടികളെ കെട്ടിക്കണ്ടേ? പോരണ്ടാക്കും വേണം. ശരി, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോകാനല്ല, പിന്നെ എന്താ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ജീവിതം പഠനമാക്കുന്ന ആളുകൾ ഒരാണ്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മജീദ് സിന്ദാൻ പറയാണ്, അദ്ദേഹം മറ്റൊരു പണ്ഡിതനുണ്ട്, ബഹുമാനപ്പെട്ട ഫാറൂഖ് അൽബാസ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം അമേരിക്കയിലെ ഒരു സ്പേസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സ്പേസ് എക്സ്പ്ലോറേഷൻ നടത്തുന്ന നാസയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വിഷയം പറഞ്ഞത് അമേരിക്കയിലെയും ജർമ്മനി, അതുപോലെ ജപ്പാൻ, അതുപോലെ റഷ്യ, ഇവിടെയൊക്കെയുള്ള സയന്റിസ്റ്റുകൾ ഇന്ന് അത്ഭുതപ്പെടുന്ന വിഷയം, ഭൂമിയുടെ പുറത്ത് ആകാശ ലോകത്ത് നിന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് അവരുടെ ചില ഡിവൈസുകൾ ഉപയോഗിച്ച് ബുദ്ധിയും തലച്ചോറുമുള്ള ആളുകൾ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ പുറത്ത് പോയിട്ട് നോക്കിയിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കണമെങ്കിൽ ഭൂമിയിൽ തന്നെ നിൽക്കും വേണം. ഭൂമിയുടെ പുറത്ത് നോക്കിയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ മലക്കുകളാകാം, ഒരുപക്ഷെ ജിന്നുകളാകാം, നമുക്കറിയില്ല. ഈ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ജിന്നുകളായിരിക്കുന്ന, അല്ല പിന്നെ എന്താ അവിടെ ഉള്ളത്? മനുഷ്യരെ പോലെ സംസാരിക്കുകയോ അല്ലെങ്കിൽ രൂപസാദൃശ്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സ്പേസിൽ നിന്ന് വന്നു പോകുന്ന ചില മിത്തുകൾ ഉണ്ടാകും, ലെജൻഡുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചില ഇമാജിനറി ഫിക്ഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പരിചയമില്ലാത്തതിനൊക്കെ ഏലിയൻ എന്ന് പറയും. എനിത്തിങ് ഫോറിൻ, നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ നാട്ടിൽ കാണാത്ത സാധനം, അതിനാണല്ലോ ഫോറിൻ എന്ന് പറയാം. നമ്മളൊക്കെ പണ്ട് ഫോറിൻ സാധനം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ കിട്ടൂല. ഇന്നിപ്പോൾ ഒന്നും പറയാൻ വയ്യ. ചൈനൻ്റെ എവിടെയും കിട്ടാനുണ്ട്, ഇവിടെയും അവിടെയൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഫോറിൻ സാധനം എന്നിപ്പോൾ പറയണില്ല. ഫോറിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണല്ലോ, നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനം. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ പരിചയമില്ലാത്ത സംഗതിയാണ്. ഭൂമിയിലൊന്നും നോക്കിയാൽ ഇവരൊന്നും കാണാൻ പറ്റൂല, ഭൂമിൻ്റെ പുറത്തുള്ളതാ. എനിത്തിങ് ഏലിയൻ, സ്ട്രേഞ്ച് ടു ഹ്യൂമൻസ് ദാറ്റ് ലിവ് ഓൺ എർത്ത്, അതാണ് ഇപ്പോൾ ഏലിയൻ എന്ന് പറഞ്ഞാൽ. ജിന്നുകളാകാം, ശൈത്താന്മാരാകാം, ഒക്കെ ആവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷെയ്ഖ് ഫാറൂഖ് അൽബാസ് പറയുന്ന വിഷയം അതാ. അപ്പോൾ അവർ പറയുന്ന, സയന്റിസ്റ്റുകൾ പറയുന്ന വിഷയം, ഭൂമിക്ക് പുറത്തു പോയാൽ അത് കേൾക്കണില്ല, പക്ഷെ ഭൂമിയിൽ നിന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ബുദ്ധിയുള്ള ചില ആളുകളുടെ സംസാരങ്ങൾ. അപ്പോൾ ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല എന്നാ. പക്ഷെ ഖുർആൻ നൽകുന്നൊരു സൂചന ഉണ്ടെന്നാണ്. സൂറത്തുൽ ശൂറയിൽ 23-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വമാ ബഥ ഫീഹിമാ മിൻ ദാബ്ബ وهو على جمعهم إذا يشاء قدير. ومن آياته, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർളി, ഭൂമിയെയും മറ്റു ആകാശഗോളങ്ങളെയും മുഴുവൻ പടച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇത് കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം എന്നാണ് പറഞ്ഞതിനർത്ഥം. വമാ ബഥ ഫീഹിമാ, ഇവ രണ്ടിലും, ഭൂമിയിലും ഭൂമിക്ക് പുറത്തുള്ള ആകാശലോകത്തെ മറ്റു സെലസ്ഷ്യൽ ബോഡീസ്, മറ്റു ഗോളങ്ങളിലെല്ലാം, മിൻ ദാബ്ബ, ജീവനുള്ള വസ്തുക്കളെ പടച്ചതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഭൂമിയിൽ നല്ല അല്ലാഹു പറഞ്ഞു, ഫീഹ എന്നാണെങ്കിൽ ഭൂമിയിൽ, അല്ല ഫീഹിമ, ഭൂമിയിലും ഭൂമിക്ക് പുറത്തും, ദാബ്ബ,
ദാബ എന്ന് പറഞ്ഞാൽ മാ യദിബ്ബു അലൽ അർള്, ഭൂമി സഞ്ചരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ജീവനുള്ളതിനൊക്കെ ദാബത്ത് എന്ന് പറയും. ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പ്രത്യേകം ഒരു മൃഗം, സഞ്ചരിക്കുന്ന മൃഗം. അപ്പോൾ ഭൂമിക്ക് പുറത്ത് അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിൽ ജീവൻ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എവിടെയാ നമുക്കറിയില്ല. അവിടെ ഇപ്പോൾ ഒരു അബുദാബി, അവിടെ ഒരു ദുബായ് ഉണ്ടോ നമുക്കറിയില്ല അല്ലേ? അവിടെ രാജ്യങ്ങളും മനുഷ്യന്മാരും സിറ്റികളും ഗ്രാമങ്ങളുണ്ടോ നമുക്കറിയില്ല. അവിടെ ജീവികളുണ്ട്, മനുഷ്യരുണ്ടെന്നല്ല പറഞ്ഞത്, ജീവികളുണ്ട്. ദാബ എന്ന് പറഞ്ഞാൽ മുഖദ്ദിമാത്തുൽ ഹയ, ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ അവിടെ അല്ലാഹു തആല ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഉണ്ടായിരിക്കണം. അല്ലാഹു തആല ഫീഹിമാ, ആ മാ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ രണ്ടിലും, ഭൂമിയിലും ഭൂമിക്ക് പുറത്തും അല്ലാഹു സൃഷ്ടികളെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. വലിയ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ മനുഷ്യൻ ഈ നിലക്ക് പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, അവർ പഠനം നടത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? അവർ നടത്തുന്ന പഠനങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണ്. നമ്മൾ കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, എന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അവർ ചെയ്യുന്ന പണികൾ. കുറേ ആളുകൾ കുട്ടികളെയും മക്കളൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ്, വർഷങ്ങളോളം ത്യാഗം ചെയ്യാൻ. അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നുമില്ല, അവർ അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ എന്തൊരു ത്യാഗമായിരിക്കും ഇതൊക്കെ. പക്ഷെ അവർ ലക്ഷ്യീകരിക്കുന്നത് മറ്റെന്തെങ്കിലും ചില റെക്കോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ സ്പേസ് യാത്രകളൊക്കെ ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹു നൽകുന്ന ചാലഞ്ച്, അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്, നിങ്ങൾക്ക് ഭൂമിയുടെ സർക്കംഫറൻസ്, ഭൂമിയുടെ മധ്യം തുളച്ചു കയറാൻ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ നോർത്തിൽ നിന്ന് സൗത്തിലേക്കോ സൗത്തിൽ നിന്ന് നോർത്തിലേക്കോ ഭൂമി എന്ന ആ സ്ഫെറിക് ഗോളത്തെ നിങ്ങൾക്ക് തുളച്ചു കയറാൻ സാധിക്കുകയില്ല. ഇത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു, അല്ലാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പാണ്, വെല്ലുവിളിയാണ്. സാധിക്കൂല. ആകാശലോകത്തിന്റെ മണ്ഡലങ്ങളെ കീറിമുറിച്ച് പുറത്തു കടക്കാനും നിങ്ങളെ കൊണ്ട് കഴിയൂല. അൻ തംഫുദൂ മിൻ അഖ്താർ. ഇപ്പൊ ഇതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞ്, ഇതാണ് പ്രപഞ്ചം, ആകാശലോകം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എത്താനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനോ നിങ്ങളെ കൊണ്ട് കഴിയൂല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിന്റെ ഇടക്ക് ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്, യുറാനസുണ്ട്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോയുണ്ട്, മറ്റു സാധനങ്ങൾ. ഇതൊക്കെ വളരെ അടുത്തല്ലേ? ഭൂമിന്റെ എത്ര അടുത്താണ് ആകാശം? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ കണക്കൊക്കെ പറയും, മനസ്സിലാവും. ഇതിൻ്റെ ഈ ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. മിൻ അഖ്താരി സമാവ, എവിടെ പോയാലും അതൊക്കെ വളരെ ചെറിയ സംഗതികൾ, ഇമ്പോസിബിൾ എന്നാ പറയാം. മിനിമം അത് സാധിക്കണമെങ്കിൽ മനുഷ്യൻ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥം, എന്ന അറബിയിലൊക്കെ പറയുന്ന ഈ നമ്മൾ അധിവസിക്കുന്ന നക്ഷത്ര സമൂഹം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അറ്റത്ത് നിന്ന് മറ്ററ്റം പോകണമെങ്കിൽ മിനിമം 20,000 വർഷം വേണം. 20,000 വർഷമൊക്കെ ആരാ ജീവിക്കുന്നത്? ആയുസ്സുണ്ട് ആ 50 കൊല്ലം 60 കൊല്ലം. 60 വയസ്സ് അപ്പുറം കിട്ടിയ ബാക്കിയൊക്കെ ലാഭമാണ് ഇപ്പോഴത്തെ കാലത്ത്. ഈ പോയിസണുള്ള ഭക്ഷണമല്ലേ തിന്നുന്നത്? സുബ്ഹാനല്ലാഹ്. 20,000 കൊല്ലം ജീവിച്ചാലേ, മിനിമം പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ പറ്റിയാലേ നമ്മുടെ ഈ മിൽക്കി വേയുടെ ഉള്ളിൽ നിന്ന് ഒരറ്റത്തേക്ക് മറ്ററ്റത്തേക്ക് എത്താൻ പരിശ്രമിക്കാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകം എത്രയാണ്? ഈ ഒരു വലിയ പ്രപഞ്ചത്തിൻ്റെ വാസ്റ്റ്നെസ്, ലോകം ഭയങ്കരമാണെന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. നിങ്ങൾ രണ്ടു കൂട്ടരും നോക്കിക്കോ, മനുഷ്യരെക്കാളും ഇച്ചിരി കഴിവ് കൂടുതലുണ്ട് ജിന്നുകൾക്ക്, അല്ലേ? നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും. അവര് ശരീരമില്ലാത്ത ആളുകളാ, നമ്മളെപ്പോലെ ഒരു മാസ് അവർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അവർക്ക് ശരീരമുണ്ട്, പക്ഷെ നമ്മളെപ്പോലെയുള്ളതല്ല. അവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ബോളൊക്കെ അങ്ങനെ തുളച്ചങ്ങ് പോകാൻ പറ്റും, ശരീരത്തിന് കുഴപ്പം പറ്റുന്നില്ല. ജിന്നുകൾ അങ്ങനെയാണ്, അവർക്ക് പോലും കഴിയൂല. അഖ്താരിസ് സമാവാതി വൽ അർദ് ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അള്ളാഹു നൽകുന്ന പരമാധികാരം, സുൽത്താൻ, രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഇടപെടാൻ അള്ളാഹു ആരെ അനുവദിക്കുന്നുവോ അവർക്ക് മാത്രമേ അത് കഴിയൂ. അത് ഒരാൾക്കേ അനുമതി കൊടുത്തിട്ടുള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും വിട്ടിട്ടില്ല ആകാശലോകം മുറിച്ച് കടക്കാൻ. പിന്നെ അള്ളാഹു തആല പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കയറിപ്പോയാൽ, യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ, തീന്റെ ശുവാദ് എന്ന് പറഞ്ഞാൽ അൽ ലഹബുല്ലദീ ലാ ദുഖാന മഅഹ്, പുകയില്ലാത്ത തീജ്വാലക്കാണ് ഷുവാല് എന്ന് പറയാ, ഫ്ലെയിം. നമ്മളൊക്കെ ഗ്യാസ് കത്തിച്ചാൽ കാണുന്ന തീ ഉണ്ടല്ലോ, അതിന് പുക കാണുന്നില്ലല്ലോ. പുക ഉണ്ടോ ഗ്യാസിന്? ഇല്ലല്ലോ. കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തൊരു പവർഫുള്ളായ സാധനം നമ്മളാണ് ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യുക. ഗ്യാസ് തീർന്നു, അടുത്ത കുറ്റിക്ക് വിളിക്കുക, അത്രേ നമ്മൾ ആലോചിക്കാറുള്ളൂ. സുബ്ഹാനല്ലാഹ്.
ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനമാണിത്. പെട്രോളിൽ നിന്ന് എടുക്കണം ഈ ഗ്യാസ്, പെട്രോളിയം ഗ്യാസ് എന്നതിൻ്റെ പേര് തന്നെ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അത് വെള്ളമാക്കി ഗ്യാസാണ്, പക്ഷേ വെള്ളം കുലുങ്ങണ പോലെ കുലുങ്ങും, തുറന്നു വെച്ചാൽ ഗ്യാസായി പോവുകയും ചെയ്യും അല്ലേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതല്ലേ നമ്മുടെ നാട്ടിലെ LPG എന്ന് പറഞ്ഞാൽ. ഇത് കിട്ടിയത് ഇവിടുന്ന്, ഇവിടെയൊക്കെ ജീവിച്ചു പോയ ജീവജാലങ്ങൾ, ചെടികളും അവയുടെ ഇലകളും അളിഞ്ഞില്ലാതെയായി മണ്ണിലേക്ക് ചേർന്ന് മില്യൺ കണക്കിന് കൊല്ലം ഭൂമിൻ്റെ അടിയിൽ കിടന്നപ്പോഴാണ് പെട്രോൾ ആയതുപോലെ. ഇതാണ് പെട്രോളിൻ്റെ കഥ. ഫോസിൽ ഫ്യൂവൽ അങ്ങനെയല്ല പറയാം, ജീവജാലങ്ങളിൽ നിന്നുണ്ടായ ഒരു ഫ്യൂവലാണ് പെട്രോൾ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പെട്രോൾ 2 രൂപ കൂടി എന്ന് പറഞ്ഞ സമരം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അല്ലാഹു തആല ഉണ്ടാക്കുന്ന ഈ സംവിധാനം ഭയങ്കര നിഅമത്തല്ലേ. നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിലോ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലോ എവിടുന്ന് അത് ഉണ്ടായത്? മനുഷ്യനെന്നല്ല, ജീവജാലങ്ങളും മണ്ണും അതുപോലെ തന്നെ ചെടികളും ഇലകളും വൃക്ഷങ്ങളും അളിഞ്ഞില്ലാതായി മില്യൺ കണക്കിന് കൊല്ലം ഭൂമിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ അതിൻ്റെ പ്രത്യേകമായ ടെമ്പറേച്ചർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കംപ്രഷൻ സംഭവിച്ച് വർഷങ്ങളോളം, മില്യൺ കണക്കിന് കൊല്ലം എന്നാ പറയാം, അത്രയും കൊല്ലം കടന്നിട്ടാണ് ഈ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീർന്നത്. സുബ്ഹാനല്ലാഹ്. എനിവേ, അതൊരു ഷുവാലാണ്, സ്മോക്ക്ലെസ് ഫ്ലെയിം, പുകയില്ലാത്ത തീനാളം. അതിനാണ് അറബിയിൽ ഷുവാൽ എന്ന് പറയാം. അപ്പം ഞാൻ ഗ്യാസിനെ കത്തിക്കുമ്പോൾ ഷുവാലും മിന്നാർ ആയത്തങ്ങനെ ഓർക്കുക. നമ്മൾ ഇത് മനപ്പാടാക്കി പോകണില്ലേ? നമ്മൾ സുഹൃത്ത് തുടങ്ങിയാൽ പറയും ഓരോരോ ആയത്ത് വെച്ചാൽ നമ്മൾ പോണത് ഇൻഷാ അല്ലാഹ് എളുപ്പമായിട്ട് ഹിഫ്ളാക്കാം. അപ്പോൾ 33-ാമത്തെ ആയത്തായി. ഉസ്താദ് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഓടിപ്പിടിച്ചാൽ എത്തൂലല്ലോ. 33 ആയത്ത് എത്തും ഇൻഷാ അല്ലാഹ്, ഹിഫ്ളാക്കി ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഓരോരോ 1-2 ആയത്തുകളല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് മനപ്പാടാക്കി പോരാ. ഒരു സൂറത്ത് മനപ്പാടുള്ളവർ ഒന്നും കൂടെ ഉഷാറാക്കുക. അൽഹംദുലില്ലാഹ്. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ, നിങ്ങൾക്ക് മീതെ പുകയില്ലാത്ത തീജ്വാലകൾ നിങ്ങൾക്ക് മേൽ അയക്കപ്പെടും. വനുഹാസുൻ, നുഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ നമ്മൾ ചെമ്പ് എന്നല്ല പറയാ, അങ്ങനല്ലേ? ചെമ്പ് എന്ന് പറഞ്ഞ സാധനം സ്വർണത്തിൽ ചെമ്പ് കൂട്ടുന്നുണ്ട് അല്ലേ? അത് കൂട്ടിയില്ലെങ്കിൽ സ്വർണം പൊട്ടിപ്പോകുന്ന പറഞ്ഞു പെട്ടെന്ന് അല്ലേ. കുറച്ച് ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ ചെമ്പ് കൂട്ടണം. അപ്പോൾ നല്ലോണം പൊട്ടാതിരുന്നോട്ടെ ചില എല്ലാവർക്കാരും നല്ലോണം കൂട്ടിപ്പോവും അല്ലേ. അപ്പോൾ പിന്നെ ഒരു പൂട്ടിപ്പോവാണ്. ആയിക്കോട്ടെ. അപ്പം നുഹാസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിനേക്കാളും അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഇരുമ്പിനേക്കാളും ഭാരം കൂടുതലാണ്, ആറ്റമിക് നമ്പറും കൂടുതലാണ് ഇരുമ്പിനേക്കാൾ. Cu, കോപ്പർ. ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾക്ക് മേൽ കോപ്പർ എറിയപ്പെടുന്നുണ്ട്. ആകാശ ലോകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കോപ്പർ കൊണ്ട് ഏറ് കിട്ടുമെന്ന് ഖുർആൻ പറയാണ്. നാസയിൽ നിന്ന് പോയ അപ്പോളോ വാഹനത്തിന്റെ പുറത്ത് ഈ കോപ്പറിന്റെ അടയാളങ്ങൾ കാണപ്പെട്ട ഒരു സംഭവം ഇൻഷാ അല്ലാഹ് വഴിയെ പറയാനുണ്ട്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയാനുണ്ടായ മറുപടി ഏതാ? ആകാശത്തൂടെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയതാണ്. അല്ലാഹു പറയാം, യുർസലു അലൈക്കും, ആകാശ ലോകത്ത് കോപ്പർ അന്തരീക്ഷത്തിൽ പാറിക്കളിച്ചതിൻ്റെ ഒരുപാട് അളവിൽ ഇരുമ്പുണ്ട്, ഇരുമ്പിൻ്റെ അംശങ്ങളുണ്ട്, കോപ്പറുണ്ട്, മറ്റൊരുപാട് എലമെന്റ്സ് ആകാശലോകത്ത് ഗ്യാസുകളായി കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഭയങ്കരമായ സമാഹരണം, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്റ്റോക്ക് ആകാശലോകത്ത് കിടക്കുകയാണ്. ഇത് പോയാൽ നിങ്ങൾക്ക് മേൽ ഇത് പതിക്കും എന്ന വിഷയത്തിൽ ഫലാ തൻതസിറാൻ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു രക്ഷയും നേടാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറ, എവിടെ ചന്ദ്രനിൽ പോയി വന്നപ്പോഴേക്കും കിട്ടി. അല്ലാഹ് പറഞ്ഞതല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ വന്ന് നോക്കിൻ, അടുക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ലോകം അതാണ്. ഇതൊക്കെ ആലമു ഷഹാദയാണ്, നമ്മുടെ കാണുന്ന ലോകമാണ്. കാണാത്തൊരു ലോകം അതിനപ്പുറത്താണ് കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു വൃക്ഷം ഇങ്ങനെ കാണുമ്പോൾ യാ അല്ലാഹ് എന്തോ ഒരു രസമുള്ള മരല്ലേ, ഇന്നലത്തെ കാറ്റിലിന് കൊമ്പ് പൊട്ടിയല്ലേ, ഇത്ര നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേരുകളാണ് ഈ വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ കാണാത്ത ലോകം. ഒരു മല കാണുമ്പോൾ യാ അല്ലാഹ്, പർവ്വതം എന്തോ ഒരു ഭംഗി. ഫുജൈറയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം, മരുഭൂമിയിൽ നിന്ന് മാറി കുറച്ച് മലകളും പർവ്വതങ്ങളും ഇങ്ങനെ റോക്കി മൗണ്ടൻസ്, ബാരൻ മൗണ്ടൻസ് അല്ലേ, ഇതൊക്കെ കാണുമ്പോൾ യാ അല്ലാഹ് എന്തൊരു രസല്ലേ, അല്ല അടുക്കി വെച്ച പോലെ ഒന്ന് അടർത്തിയെടുത്താൽ പോരുന്തോ. നമ്മളെ പാറ പൊട്ടിക്കുന്ന ഒരു പണി ഉണ്ടാവില്ല. ഇവിടെ വന്നാൽ ഒരു ഷവലുണ്ട് പൊന്തിച്ചാൽ മതിയാവും എന്നൊക്കെ തോന്നും. യാ അല്ലാഹ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിനോളം അത്രക്ക് താഴത്തിൽ ഭൂമിയിലേക്ക് പെഗ്സ്, അള്ളാഹു ആണികളായി അടിച്ചു വെച്ച പർവ്വതങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഭാഗമാണ് ഈ മേൽഭാഗത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അൺസീൻ വേൾഡ് ഈസ് റിയലി സപ്പോർട്ടിങ് ദ സീൻ വേൾഡ്. നമ്മൾ കാഴ്ചയുടെ ആലമു ഷഹാദ, നമ്മൾ കാണുന്ന ഈ ലോകം ശരിക്കും നിൽക്കുന്നത് കാണാത്ത ലോകത്തിന്റെ പിടുത്തം കൊണ്ടാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അദൃശ്യ ലോകത്തെ മനസ്സിലാക്കാനാ അള്ളാഹു ദൃശ്യപ്രപഞ്ചത്തിന് ഇത്രയും വലിയ വിശാലത കൊടുക്കാൻ കാരണം. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ.
അപ്പം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെയോ ഭൂമിയുടെയോ അറ്റങ്ങളെ മുറിച്ചു കടക്കാൻ കഴിയില്ല. നിങ്ങളങ്ങനെ ശ്രമിക്കുന്ന പക്ഷം നിങ്ങൾക്ക് തീയിൻ്റെയും അതുപോലെ കോപ്പറിൻ്റെയും ഏറുകൾ കിട്ടുമെന്നാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ് അള്ളാഹു തആല വിശദീകരിക്കുന്ന ഭാഗം? അതാണ് മുഫസ്സിരീങ്ങളിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഉമ്മഹാത്തു തഫാസീർ, തഫ്സീറുകളുടെ മാതാക്കൾ എന്ന് പറയുന്ന മഹാന്മാരായ തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരുടെ തഫ്സീറിൻ്റെ കിതാബുകൾ ഇബ്നു കസീർ റഹിമഹുല്ല, അല്ലാമ ഖുർത്തുബി റഹിമഹുല്ല, അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല, അല്ലാമ തബ്രി തങ്ങൾ, ഇവരൊക്കെ എഴുതിയ തഫ്സീറുകളാണ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ തഫ്സീറുകൾ. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ഇതിന് കൊടുത്തിട്ടുള്ള അർത്ഥം മറ്റൊരു രീതിയിലാണ്. ഓരോ കാലഘട്ടത്തെയും അന്നത്തെ സയൻസ് എങ്ങനെയോ അതിനെ ബന്ധപ്പെടുത്തി അവർ അത്തരം വിഷയങ്ങൾ വിശദീകരിക്കൂ. ഹദീസുമായി ബന്ധിപ്പിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായിട്ട് പറയും. പക്ഷെ സയൻസുമായി ബന്ധിപ്പിക്കേണ്ട വിഷയങ്ങൾ അവരവരുടെ കാലത്ത് ലഭ്യമായ അറിവുകൾ എങ്ങനെയോ അങ്ങനെയാണ് മുഫസ്സിറുകൾ എന്ത് ചെയ്യുക, വ്യാഖ്യാനിക്കുക. അതിൽ നമ്മൾ അവരെ കുറ്റം പറയരുത്. ഒരുപക്ഷെ അവരന്ന് പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും, ഈ പ്രപഞ്ചത്തിൻ്റെ കോസ്മോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഇറ്റ് മേ ലുക്ക് ക്വൈറ്റ് വിയേർഡ്, പക്ഷെ നമ്മൾ അവരെ കുറ്റം പറയരുത്. അവർക്ക് ലഭ്യമായ അറിവ് അങ്ങനെയാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ഒരു 100 കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു പണ്ഡിതനോ ഒരു ആലിമോ ഈ ആയത്തെ വിശദീകരിക്കും. ഒരു പക്ഷേ പടച്ചോനെ ഇതിന് വേറെ അർത്ഥമാണല്ലോ കൊടുക്കേണ്ടിയിരുന്നത്. ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത്, ബുദ്ധിപരമായ വളർച്ച എത്രയോ അതിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഖുർആൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിന് പറ്റിയ സാഹചര്യങ്ങൾ പുറത്ത് അള്ളാഹു സൃഷ്ടിക്കും. അങ്ങോട്ട് നോക്കിൻ, ഇനി ആയത്തിന് അർത്ഥം വെക്കിൻ. ഇതാണ് അള്ളാഹുവിൻ്റെ രീതി. ഒരു പ്രവാചകൻ അങ്ങാൻ ഇന്ന് വന്നാൽ ആ നബി നമ്മളോട് സംസാരിക്കുക ഇന്നത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചായിരിക്കും. അതിനെ മറികടക്കാനുള്ള കഴിവ് ഒരു നബിക്ക് അള്ളാഹു ആ കാലത്ത് കൊടുക്കുക. ആ കഴിവ് പരിശുദ്ധ ഖുർആൻ ഓരോ കാലഘട്ടത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാ ഖിയാമം വരെ വേറൊരു നബി വരേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം. ഒരു നബി ചെയ്യേണ്ട പണി ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഇതേ ആയത്തിന് 100 കണക്കിന് ആശയങ്ങൾ വേറെ കൊടുത്തേക്കാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാൽ മനോഹരമായ ചർച്ചകൾ ഇതൊന്നും അറബ് ഭാഷയല്ലാതെ ഒരു ഭാഷയൊന്നും കിട്ടൂല. അതാണ് അത്ഭുതം. എനിക്ക് ഭയങ്കര കൊതി തോന്നുന്നു. നിങ്ങളെല്ലാവരും ഈ അറബി ഭാഷ കണ്ട് പഠിച്ചിട്ട് ഈ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഭാഷയുടെ ടേസ്റ്റ് കണ്ട് കിട്ടിയാൽ ഇത് പരിഭാഷ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് അത്രയും പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും അറബി പഠിക്കാൻ നിന്നാൽ പിന്നെ ഉസ്താദന്മാർക്ക് ഉസ്താദന്മാർക്ക് പണിയില്ലാതെ ആവില്ല. നമ്മളൊക്കെ പഠിച്ചാലല്ലേ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഉസ്താദന്മാരായാലേ അൽഹംദുലില്ലാഹ്. നമ്മൾ സുഹൃത്ത് ഇപ്പം എന്ത് പറയാം, ഉസ്താദ കുട്ടീൻ്റെ ഓത്തൊന്നും ഖിറാത്തൊന്നും ശരിയില്ല നാട്ടിൽ. ഇപ്പം ഞാൻ പറയാം പഠിപ്പിക്കണം ഉസ്താദന്മാരെ ഖിറാത്ത് ശരിയാക്കാനുള്ള ട്രെയിനിങ്ങാണ് ആദ്യം കൊടുക്കണം. പറഞ്ഞാൽ ശരിയാണ് ഉസ്താദെ, നമ്മളെ പോലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, മദ്രസയിൽ പഠിപ്പിക്കണം, ഉസ്താദന്മാരെ കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലാവരും ഈ പണി പഠിച്ചാൽ എല്ലാവരും പഠിക്കേണ്ട വിഷയമാണ് അറബി. എല്ലാവരും പഠിക്കണം. ഉസ്താദന്മാരാവാനോ ജോലി ചെയ്യാനൊന്നും അല്ല. എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ ഇതിനൊരു ഭംഗിയുണ്ട്. ഇത് അറിയണമെങ്കിൽ നമ്മൾ അറബി തന്നെ പഠിക്കണം. വേറെ ഒരു ഷോർട്ട് കട്ടും അതിനില്ല. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിൻ്റെ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ ഇൻസുകളെ, അള്ളാഹുവിൻ്റെ ലോകം ഇതാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനും കഴിയൂല. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ കൊടുത്തിട്ടുള്ള ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവരെ പറയാണ്, ലാ തസ്തതിഊന ഹറബൻ മിൻ അംരില്ലാഹി വഖദരിഹി. ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീർ അങ്ങനെ കൊടുക്കുക, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്നോ ഖളാഇൽ നിന്നോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അള്ളാഹു നിങ്ങളെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതതിൻ്റെ അർത്ഥം തന്നെയാണ്. അതിലിപ്പോൾ ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയല്ലേ ആശയം. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. നുഹാസും ശുവാദും മിൻ നാർ എന്നൊക്കെ പറഞ്ഞാൽ തീയുണ്ട്, കോപ്പറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ കോപ്പർ നുഹാസ് എന്ന് പറഞ്ഞ വാക്കിന് മുഫസ്സിരീങ്ങളിൽ മുൻഗാമികൾ കൊടുത്തിട്ടുള്ള അർത്ഥം അതിന് കൊടുത്തിട്ടുള്ള അർത്ഥവും നുഹാസ് എന്ന് പറഞ്ഞാൽ ഹുവ ദുഖാൻ അല്ലദീ ലാ ലഹബ മഅഹു, തീജ്വാലയില്ലാത്ത കറുത്ത പുകകൾ എന്നാണ് നുഹാസിന്റെ ഒരർത്ഥം. അതാ. പക്ഷെ നുഹാസിന്റെ പ്രത്യക്ഷമായ അർത്ഥം ചെമ്പ് എന്ന് പറയുന്ന ആ എലമെന്റാണ്, ആ മൂലകമാണ്. ഇൻഷാ അല്ലാഹ് അതാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ്. കാരണം അല്ലാഹു തആല മഹ്ശറായിലും നരകത്തിലുമുള്ള ശിക്ഷയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഭൂമിയെക്കുറിച്ചാണ്. നരകത്തിലുള്ള ശിക്ഷയിൽ തീയുണ്ട്, നുഹാസുണ്ട്, അവിടെ ഇരുമ്പുണ്ട്, ഉരുക്കി ഒഴുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആദനല്ലാഹു മിൻഹ, അല്ലാഹു നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയും ഇതിനർത്ഥം കൊടുത്തിട്ടുണ്ട് മുഫസ്സിരീങ്ങൾ. കാരണം ആകാശലോകത്ത് ചെമ്പിൻ്റെ അംശങ്ങൾ അന്തരീക്ഷത്തിൽ സ്പേസിൽ കിടക്കുന്നുണ്ട് എന്നൊന്നും കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊന്നും ഒന്നായിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം
സുബ്ഹാനല്ലാഹ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ ഇൻസുകളെ. അല്ലാഹു തആല ഇവിടെ പറയുന്ന വിഷയം ഒന്ന്, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്. രണ്ട് വാക്കാ, സമാവാതി വൽ അർള്. ഭൂമിയുടെയും ആകാശ ലോകത്തെ മറ്റു ഗോളങ്ങളുടെയും അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് മുറിച്ചു കടന്ന് അപ്പുറം കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഒന്നാം ആകാശത്തെക്കുറിച്ചാണ് കേട്ടോ ചർച്ച. രണ്ടാം ആകാശം ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ്, ഒന്നിന്ന് രണ്ടിലേക്കുള്ള ദൂരം, രണ്ടിന്ന് മൂന്നിലേക്ക്. ഇതൊക്കെ ആലോചിച്ചാൽ നമ്മൾ ഈ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കം കൂടുന്നുണ്ടല്ലോ, വലിയ ഉമ്മാനോടും പാപ്പാനോടും തെറ്റുന്നുണ്ടല്ലോ. എന്തിനാ പഠിച്ചോലെ ഞാനിതൊക്കെ കാട്ടണത്? ഈ ഒരു ചെറിയ ലോകത്തെ 2 സെന്റ് ഭൂമിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വാങ്ങത്തക്ക രീതിയിൽ എന്തിനാ ഞാൻ ഈ തട്ടിപ്പ് ഉണ്ടാക്കി? ആ ആധാരമൊക്കെ എന്തിനാ വെറുതെ കള്ളപ്പ് വാങ്ങിച്ചുണ്ടാക്കിയത്? ഇതൊക്കെ നാളെ അവിടെ ചെല്ലു. ഭയങ്കര ഇവിടെ നിന്ന് ആലോചിച്ചാൽ തന്നെ സങ്കടമായി പോകും. എന്തൊരു വലിയ ലോകത്താണ് നമ്മൾ. അതിൻ്റെ ഏറ്റവും ചെറിയൊരു മൂലയിലാണ് നമ്മൾ ഈ കളിക്കുന്നത്, വളരെ ചെറിയൊരു സ്ഥലത്ത്. എന്നിട്ട് നമുക്കണ്ട് മതി വരണ്ടേ? ആ മണ്ണ് മുഴുവൻ കണ്ട് തിന്നാനാ പൂതി അല്ലേ? 2 സെന്റ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് ആകെ ഉമ്മായും വാപ്പയും സ്വർഗ്ഗാണെന്ന് പറഞ്ഞ് അവരോടൊക്കെ തെറ്റാൻ കാരണം പിന്നെ ഇതേ വരുള്ളൂ അല്ലേ? 2 സെന്റ് ഭൂമിക്ക്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് 2 സെന്റല്ല 50 സെന്റ് എൻ്റെ ഉമ്മ ഏട്ടൻ എഴുതി കൊടുത്തതെന്ന് നിങ്ങൾക്ക് പറയണം. അത് 50 സെന്റ് ആയാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ച ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തആല ഇങ്ങനെ ചെറിയ ഈ വളരെ മോശമായ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വരണ്ട. ഈ ലോകം ഇങ്ങനെയാണ്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വിശാലത വരും, ഭയങ്കരമായിട്ട് നമ്മുടെ വീക്ഷണങ്ങൾ മാറും. സുബ്ഹാനല്ലാഹ്. അതിൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടും, അള്ളാഹു തആലയോട് അടുക്കാൻ പറ്റും. ഈ മെറ്റീരിയൽ ലോകത്തോടുള്ള കെട്ടിപ്പിടുത്തം ഒഴിവായി കിട്ടും. ജീവിക്കാൻ ഭൂമി വേണം, സ്ഥലമൊക്കെ വേണം, പക്ഷെ അതെൻ്റെ ജീവിത ലക്ഷ്യം, അതിനു വേണ്ടി ഞാൻ ആകെ ജീവിക്കണം, അങ്ങനെയൊന്നുമല്ല. അത് ഹലാലായിട്ട് കിട്ടണമൊക്കെ എടുത്തോളി, എന്ത് ചെയ്യണ്ട, അതിൽ കടിച്ചു വീഴണ്ട. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായത് കിഫായത്തൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഭൂമിയെ മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചാലഞ്ച്. ഇനി ഭൂമിയെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ഭൂമി അളക്കണല്ലോ, എത്രയൊക്കെ തുളച്ച് കയറേണ്ട സ്ഥലം എത്രയാ? ഈസ്റ്റിൽ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭൂമി അങ്ങോട്ട് അളന്നാൽ 12,756 കിലോമീറ്റർ സഞ്ചരിക്കണം. കിഴക്കുന്ന് പടിഞ്ഞാറേ അറ്റത്തേക്ക് നടക്കണമെങ്കിൽ 12,756 കിലോമീറ്റർ അല്ലേ? പിന്നെ നമ്മുടെ പോളാർ റീജിയൻസ്, ആർട്ടിക് അന്റാർട്ടിക് റീജിയങ്ങളെ, 2 അറ്റങ്ങളെ, ഭൂമിയുടെ ഏറ്റവും തണുത്തുറച്ച 6 മാസത്തോളം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഭൂമിയുടെ അൽ ജാനിബുൽ ഖുത്ബി, ഭൂമിയുടെ പോളാർ റീജിയൻസ്. അവിടെ നിന്ന് മേലെന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരു വര വരച്ചാൽ അതിൻ്റെ ദൂരം 12,713. മറ്റേത് 12,756. ഒരു 19 കിലോമീറ്റർ 40 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ പരപ്പ് കൂടുതലാണ്, നമ്മുടെ സൗത്തിൽ നിന്നും നോർത്തിലേക്കുള്ള ഭാഗം ഇച്ചിരി കുറവ്. അതുകൊണ്ട് ഭൂമി ഒരു ബോൾ പോലെയല്ല എന്ന് പറയാൻ, സെമിസ്ഫെറിക്കാണ്, പച്ചയിലൊരു പന്ത് പോലെയല്ല, ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് എന്ന് പറയാൻ കാരണം അതൊരു മുട്ടയുടെ ഷേപ്പിലാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ദൂരം മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ചാലഞ്ച്. മിൻ അഖ്താർ. ഖത്തർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ്, ഭൂമിയുടെ ആരം. ഒരു ഭൂമിയുടെ സെന്ററിനെ ലക്ഷ്യമാക്കി ഭൂമിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുളച്ചു കയറാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കുഴൽക്കിണർ കുഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? കുഴൽക്കിണർ ഇപ്പോൾ എത്ര കുഴിക്കണേ? എത്ര കുഴൽക്കിണർ? 1 കിലോമീറ്ററൊക്കെ കുഴിക്കുമോ? വളരെ റയർ കേസുകളിലൊക്കെ അത്രയും പൈസ കൊടുക്കാണ്ടെങ്കിൽ അല്ലേ? ഇന്ന് ഭൂമിയെ തുളച്ചു കയറാനുള്ള ഒരുപാട് മെഷീൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ഒരു തുളക്കം നടന്നിട്ടുണ്ട് അടുത്ത കാലത്ത് അല്ലേ? മാക്സിമം മനുഷ്യന് ഇതുവരെ തുളക്കാൻ പറ്റിയത് 14 കിലോമീറ്ററാണ്. ഭൂമിന്റെ ഒരു മേലെന്ന് അടിയിലേക്ക് ഉള്ളിലേക്ക് തുളക്കാൻ പറ്റിയത് എത്രയാ? 14 കിലോമീറ്റർ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിനുള്ളിലേക്ക് ചെല്ലും തോറും ഭൂമിയിൽ ചൂട് കൂടുകയാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. ഈ തുളക്കുന്ന മെഷീന് പോലും ഉരുകിപ്പോവും. അതുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റണില്ല. 14 കിലോമീറ്റർ എത്ര പോകണം ശരിക്കും? പോവാണെങ്കിൽ 12,756 കിലോമീറ്ററിൽ എത്രയാ ഇപ്പൊ തുളന്നത്? 14 കിലോമീറ്റർ. എത്ര വേണം? 12,000 ഇനി പോവാനാ. 12,756 തുളച്ചു കടന്ന് ഭൂമിയുടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഭൂമിന്റെ ഉള്ളിലേക്ക് പോകും തോറും തീയാണെന്നാണ്. എങ്ങനത്തെ തീ? സൂര്യന്റെ ഉപരിതലത്തിൽ കാണുന്ന തീയിന്റെ ചൂട്. സൂര്യന്റെ ഉപരിതലത്തിൽ ചൂടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 6000 ഡിഗ്രി ചൂടിലാ സൂര്യന്റെ ഉപരിഭാഗം നിൽക്കുന്നത്. യാ അല്ലാഹ്, നമുക്ക് 30 ഡിഗ്രി ചൂട് സഹിക്കാൻ വയ്യ. 40-50 ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കെട്ടിട്ട് പോകണമെന്ന് ആലോചിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടാണ് സൂര്യന്റെ
പ്രതലഭാഗം. സൂര്യൻ്റെ ഉള്ള് കറുപ്പാണെന്ന്, ഇരുട്ടാണെന്നാണ്. സൂര്യൻ്റെ ഉൾഭാഗം ഇരുട്ടാണ്. അൾട്രാ വയലറ്റ് രശ്മികളും എക്സ്റേസും ഗാമാ റേസും പ്രകാശമില്ലാത്ത രശ്മികളായതുകൊണ്ട് സൂര്യൻ്റെ ഉൾഭാഗം ഇരുട്ടാണ്, ലലാമാണ്. സൂര്യൻ്റെ പുറത്തെ ഈ വെളിച്ചമുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ സൂര്യൻ്റെ ഏറ്റവും മുകളിലുള്ള ചൂട് 6000 ഡിഗ്രി ചൂടാണ്. സുബ്ഹാനല്ലാഹ്. ആ 6000 ഡിഗ്രി ചൂടാണ് ഭൂമിൻ്റെ മധ്യത്തിലുള്ളത്. ഇങ്ങനെ ഉരുണ്ട ഗോളാകുമ്പം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് 6000 ഡിഗ്രി ചൂടാണ്. 100 ഡിഗ്രി ചൂടിൽ തിളച്ച് മറിയില്ലേ നമ്മുടെ കഞ്ഞിയും ചോറൊക്കെ. സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടിലേക്ക് തുളച്ചു കയറാനുള്ള മെഷീൻ മനുഷ്യനെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ലെന്ന അള്ളാഹുവിൻ്റെ ചാലഞ്ച്. ഫംഫുദു, നിങ്ങളൊന്ന് തുളക്കിൻ, നിങ്ങൾ തുളച്ചു നോക്കിൻ. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾക്കതിന് കഴിയൂല. എൻ്റെ ഭൂമിയെ അങ്ങനെ ഒരു തുളച്ച് ഏതെങ്കിലും ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക്, കിഴക്കുന്ന് പടിഞ്ഞാറോട്ടോ, നോർത്തിൽ നിന്ന് കിഴക്കുന്ന് പടിഞ്ഞാറ്, വടക്ക് നിന്ന് തെക്കോട്ടോ നിങ്ങൾക്കതിനെ തുളക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് നോക്കിൻ. കഴിയില്ല. 14 കിലോമീറ്റർ തുളച്ചു എന്ന് പറഞ്ഞാൽ 0.2% ആയിട്ടുള്ളൂ. 1% തുറന്നിട്ടില്ല. 0.2%. ഇതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല. ഇനി ഒരു 15 കിലോമീറ്റർ തുറന്നു നോക്കുക. ഇനി 20 കിലോമീറ്റർ ഭൂമിൻ്റെ ഉള്ളിലേക്ക് തിളച്ചു മറിയുന്ന ഈ തുളക്കണമെങ്കിൽ ഇരുമ്പ് വേണം. ഇരുമ്പ് കോപ്പർ ഉപയോഗിച്ചല്ല തുളക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റൽസ്. ഇതുപോലും ഉരുക്കിക്കളയുന്ന ചൂടാ ഭൂമിൻ്റെ ഉൾഭാഗം. നിങ്ങളെ കൊണ്ട് കഴിയില്ല. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹു തആല പറയാ ജിന്നുകളെ കഴിയില്ലെന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ലാ വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നടക്കരുത്. നെഞ്ചി വിരിച്ചിട്ട് ഇങ്ങനെ നടക്കല്ല, വളരെ വിനയാന്വിതരായിട്ട് നടക്ക്. വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള, ഭൂമിയെ തുളക്കാനോ വലൻ തബ്ലുഗൽ ജിബാല തൂല, പർവ്വതങ്ങളോളം ഉയരാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല മനുഷ്യ. പർവ്വതങ്ങളെ പോലെ ഹൈറ്റുള്ള നിങ്ങളെ കൊണ്ട് കഴിയൂല. എന്താ അള്ളാഹുവിൻ്റെ മൗണ്ടൻസ്? ഒമാനിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. യാ അള്ളാഹ്, ഒമാനിലുണ്ട് ഖുറയാത്ത് ഭാഗം, സീബല്ല എന്താണ് പറയുക, സൂർ. എന്താ പടച്ചോനെ മലകളുടെ ഒക്കെ വലുപ്പം. യാ അള്ളാഹ്, എന്തൊരു ഹൈറ്റുള്ള മലകളൊക്കെയാണ്. ചെറിയ കുന്ന് മനുഷ്യന് നിങ്ങൾക്ക് പർവ്വതങ്ങളോളം ഉയരാനോ 2 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് കൂടാനുള്ള മരുന്നും എക്സസൈസൊക്കെ ഉണ്ടാവും നിങ്ങളെടുത്ത് അല്ലേ? ഒരു 5 സെന്റിമീറ്റർ 10 തന്നെ കൂട്ടുക. അത്രയൊന്നും നടക്കണില്ല. സുബ്ഹാനല്ലാഹ്. പർവ്വതങ്ങളോളം ഉയരം ഞങ്ങളെ കൊണ്ട് കഴിയോ? ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്റ്റേജ്, ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരാൾ കണ്ടു, പൊന്നാര ഉസ്താദ് നിങ്ങൾ വേദം പറയുമ്പോൾ കണ്ടപ്പോൾ നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ അവിടെ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ തട്ടിപ്പല്ലേ? നിങ്ങൾക്ക് കാണാൻ വേണ്ടി നീച്ചക്ക് എന്താണ് അയച്ചാൽ ലൻ തബ്ലുഗൽ ജിബാല തൂല. ഇസ്ലാമിക് സെന്ററിൻ്റെ ഈ റൂഫിനോളം വരെ, പിന്നെ അള്ളാഹിൻ്റെ പർവ്വതത്തിനോടൊക്കെ എന്താ അള്ളാഹു നിങ്ങളെ കൊണ്ടത് കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെറുതാണെന്ന് മനസ്സിലാക്കി. അത്രയാണ് അള്ളാഹു പറയുന്നത്. ലൻ തബ്ലുഗൽ അർള ലൻ തഖ്രിഖൽ, ഭൂമിയെ തുളക്കാൻ പറ്റൂല. നോക്കണം, തുളക്കെന്ന് പറഞ്ഞാൽ ഭൂമിയെ തുളച്ചു കയറി മുറിച്ചു കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കിണറുണ്ടാക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞതിനർത്ഥം. നിങ്ങൾ ബോർവെൽ അടിച്ചോ അതൊന്നല്ലേ പറഞ്ഞത്. ഭൂമിയെ, അതിൻ്റെ സർക്കംഫറൻസ്, അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് തുളച്ചു കയറാൻ മനുഷ്യൻ നിന്നെ കൊണ്ട് കഴിയൂല. എന്ത് വലിയ മെഷീനറി കണ്ടെത്തിക്കോ, കഴിയൂല. പർവ്വതങ്ങളോളം വലുതാവാനും നിന്നെ കൊണ്ടാവില്ലല്ലോ. ലാ തംശി ഫിൽ അർളി മറഹ, നെഞ്ചി വിരിച്ച് ഞാൻ തന്നെയാണ് എല്ലാം, അങ്ങനെ നീ നടക്കല്ല. വിനയാന്വിതനായിട്ട് നടക്ക്. കാന ജുല്ലു നദ്രിഹി ഇലൽ അർള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ധാരാളം ഭൂമിയിലേക്കായിരുന്നു അവർ നോക്കിയിരുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിക്ക് നോക്കി, നീ മേലേക്ക് നോക്കി നടക്കണത് തന്നെ ഒരു തരം അഹങ്കാരത്തിൻ്റെ ചുവ വരുമ്പോഴാണെന്നാ. അപ്പോഴാണ് ഇങ്ങനെ കലക്ടർമാരൊക്കെ ചില ഏരിയ നോക്കാൻ വരുമ്പോഴൊക്കെ, മന്ത്രിമാരൊക്കെ വരുമ്പോഴല്ലോ ഇങ്ങനൊരു നോട്ടം. ആ മൊത്തം എല്ലാം ഒറ്റ വീക്ഷണത്തിൽ കാണുക. അവരഹങ്കാരം ഉണ്ടായിട്ടെന്നല്ല ഞാൻ പറയണത്. ആ തരത്തിലുള്ളൊരു നടത്തുണ്ടാവും. അത് വേണ്ട, ഭൂമിയിലേക്ക് നോക്കി നടക്കുക എന്നാ. ജുല്ലു നദുരിഹി, ഞാൻ മണ്ണെന്നാ വന്നത്, ഞാൻ മണ്ണിലേക്ക് പോകേണ്ട ആളാണ്. അപ്പോഴൊരു വിനയം വരും. അതാ ലാ തംശി ഫിൽ അർളി മറഹ, നീ നിസ്സാരനാണെന്ന് ആ ഒരു ഭാഗം കൂടെ മനസ്സിലാക്ക്. ലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ബഹുമാനിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ സംശയമല്ല. പക്ഷേ യു ഹാവ് സർട്ടൻ ലിമിറ്റേഷൻസ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അല്ലേ, നിനക്ക് ചില പരിധികൾ അള്ളാഹു വെച്ചിട്ടുണ്ട്, അത് നീ മനസ്സിലാക്ക്. ലൻ തഖ്രിഖൽ അർള, അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന ഭാഗം അതാ. നിങ്ങൾക്ക് ഈ ഭൂമിയെ തുളക്കാൻ പറ്റൂല. നിങ്ങൾക്കല്ല കബോർഡ് കടിക്കുമ്പോൾ ആണിക തുളച്ച് കയറാന്നല്ലാതെ അള്ളാഹിന്റെ ഭൂമിയെ തുളച്ചിട്ട് എത്തൂല. ലൻ തഖ്രി, ലൻ എന്ന് പറഞ്ഞാൽ നഫിയുൽ തഅബീദ്, ഇംപോസിബിൾ, ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാനാ ലൻ എന്ന പ്രയോഗം.
ഫഇല്ലം തഫഅലു വലൻ തഫഅലു. ഖുർആനെ പോലത്തെ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ? ഇല്ലല്ലേ. 23 കൊല്ലം നിങ്ങൾ ശ്രമിച്ചില്ലേ എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ? ഖുർആനെ പോലത്തെ കൊണ്ടുവരാൻ നോക്കിയിട്ട് കിട്ടിയോ? ഇല്ല. വഇല്ലം തഫഅലു, നിങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. ഫലൻ തഫഅലു, you will never be able to do that. ഒരിക്കലും നിങ്ങൾക്ക് കഴിയൂല. അതാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പരിശ്രമിച്ചോളൂ, ഖിയാമത്ത് നാൾ വരെ നോക്കിക്കോ, ഖുർആൻ പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല. ലൻ, ഇംപോസിബിൾ. ലൻ തഖ്രിഖൽ അർദ്, ഭൂമിയെ നിനക്ക് തുളക്കാൻ ഒരിക്കലും കഴിയൂല. അതിനാണ് ലൻ, ലാം നൂന്. ലൻ എന്ന് പറഞ്ഞ വേർബ് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ടെൻസാ പറയാ. ലൻ തഖ്രിഖ്, ലൻ തബ്ലുഗ്, കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മനുഷ്യന് ഇംപോസിബിൾ ആണ്, മനുഷ്യന് സാധ്യമല്ല. ഇനി അള്ളാഹു ചോദിക്കുന്നത്, ആകാശ ലോകത്ത് തുളച്ചു കയറാൻ കഴിയുമോ? ആകാശലോകത്ത് കയറിപ്പോകുന്നത് തന്നെ മറ്റൊരു അത്ഭുതമാണ്. ആകാശലോകത്തേക്കുള്ള യാത്ര, അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഭാഗം സൂറത്തുൽ ഹിജ്റിൽ 14-15 ആയത്തുകൾ നോക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് തുളച്ചു കയറാൻ പോകുന്ന സംബന്ധിച്ച് പറയുന്ന മുമ്പ് ആകാശത്തേക്കുള്ള കയറിപ്പോക്ക് എങ്ങനെയാണെന്ന് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. മക്കക്കാരായ അറബികൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കൊണ്ടുവന്ന ദീൻ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധിക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് ആകാശലോകം കണ്ടുവരണം. അല്ലാഹു തആല പറഞ്ഞതിന് മറുപടിയാണ്, വലൗ ഫതഹനാ അലൈഹിം ബാബം മിനസ് സമാ, ആകാശത്ത് നിന്നൊരു കവാടം നാം അവർക്ക് തുറന്നു കൊടുത്താൽ തന്നെ, ഫളല്ലൂ ഫീഹി യഅറുജൂൻ, ആ വാതിലിലൂടെ അവരങ്ങ് മേലോട്ട് കയറി എന്നിരിക്കട്ടെ. യഅറുജൂൻ, ആ വാക്ക് ശ്രദ്ധിക്കുക. അറജാന സ്വൈദ എന്ന് പറയും. നമ്മുടെ ലിഫ്റ്റിനൊക്കെ എന്താ പറയാ? മിസ്അദ് എന്നല്ല പറയാ. അറബിയിൽ എഴുതിയിട്ടില്ലേ, ലാ തസ്തഅമിൽ മിസ്അദ് ഇൻദൽ ഹരീഖ്, അല്ലേ? ഡു നോട്ട് യൂസ് ലിഫ്റ്റ്. എന്താണ്? ഫയർ ഉണ്ടാവും, ഫയർ ഉണ്ടാവുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത്. ഇംഗ്ലീഷിൽ വായിക്കണില്ലേ, മലയാളത്തിൽ നിരീക്ഷിച്ച് കണ്ടിട്ടില്ല. ഇവിടെ അതിന് അറബിയിൽ മിസ്അദ് എന്ന് എഴുതുക. സ്വൈദ എന്നാ കയറി പോണ, ആ ലിഫ്റ്റ് പോണ പോക്കുണ്ടല്ലോ, അതിന് സ്വൈദ എന്ന് പറയാ. അറജ എന്ന് പറഞ്ഞാൽ കയറെന്ന, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അത്ഭുതമല്ലേ. അങ്ങനെ നിങ്ങൾ മേലോട്ട് കയറി എന്നിരിക്കട്ടെ, ലഖാലൂ, അവർ പറയും, ഇന്നമാ സുഖിറത് അബ്സാറുനാ, ഞങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ മാസ്മരികത സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ കണ്ണുകൾക്കാരോ സിഹിർ ചെയ്തല്ലോ. ഇരുട്ടിലങ്ങ് പെട്ടിട്ട്, ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ, എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ലേ എന്നവർ വിളിച്ചു പറയും. എപ്പോ അള്ളാഹു ഇവരെ എങ്ങാനും ആകാശത്തേക്ക് കയറിപ്പോകാനുള്ള ഒരു സംവിധാനം അള്ളാഹു കൊടുത്താൽ തന്നെ ആകാശമണ്ഡലത്തിലേക്ക് കയറുമ്പോൾ കണ്ണ് കാണാതെയാകും മനുഷ്യൻ. ഇത് പറഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ 2014 നമ്മൾ സംസാരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ ഒരു കാരണമുണ്ട് ഇവിടെ. വലൗ ഫതഹനാ അലൈഹിം ബാബൻ മിനസ് സമാ, ആകാശം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ കണക്കാക്കിയത് ഒരു ഗ്യാസ്, അതൊരു പുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയല്ല. നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറം ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ കോടാനുകോടി ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഗാലക്സി എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അള്ളാഹുവിൻ്റെ ലോകം, അതിൻ്റെ അപ്പുറമാണ് ഒന്നാം ആകാശം. അത് സംതിങ് സോളിഡ്, ഉറച്ച സാധനമാണ്, ഒരു മാറ്ററാണ്, ടാൻജിബിൾ, നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന സാധനമാണെന്നാ. അങ്ങനെ അത് കടന്നു പോകണമെങ്കിൽ അള്ളാഹു കടക്കാനുള്ള വഴി തുറന്നു തരണം. അങ്ങോട്ടൊന്നും ആരും എത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ മനുഷ്യൻ ഇവിടുന്ന് പ്രകാശരശ്മികൾ പറഞ്ഞയച്ച് പഠിക്കുകയാണ് ദൂരങ്ങൾ. എത്ര 1000 വർഷങ്ങപ്പുറം കിടക്കുന്ന, ആയിരക്കണക്കിന് വർഷമപ്പുറം കിടക്കുന്ന നക്ഷത്രം, അങ്ങനെ പറഞ്ഞാൽ പ്രകാശവർഷം അപ്പുറം കിടക്കുന്ന നക്ഷത്രം അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് എങ്ങനെയാ? ഭൂമിയിൽ നിന്ന് സിഗ്നലുകൾ വിടുകയാണ്. അപ്പോൾ ഇവിടെ നടക്കാൻ പറ്റും. ഈ പ്രകാശം പോയി എടുക്കാൻ പോകുന്ന ദൂരം എത്രയാണ്, അവിടെ എത്തുന്ന ദൂരം എത്രയാണ്. ഭയങ്കര സംഭവമാണല്ലോ സയൻസ്. ഈ ആസ്ട്രോനോട്ട്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മളാകെ ഡോക്ടർമാർ എഞ്ചിനീയർമാരാക്കണത്. സുബ്ഹാനല്ലാഹ്, സയൻറ്റിസ്റ്റുകളൊന്നും ആരാവണില്ല. ആയിക്കോട്ടെ, നമ്മളെ മക്കളെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സയൻറ്റിസ്റ്റുകളായിക്കോട്ടെ, നല്ല ബുദ്ധി ഉപയോഗിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലേ?
അൽഹംദുലില്ലാഹ് നമ്മൾ എഞ്ചിനീയർമാർക്ക് ഡോക്ടർമാർക്ക് എല്ലാം അള്ളാഹു ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദ്വാരക്കുക കുറേ കുട്ടികൾ അങ്ങനെ നല്ല കോഴ്സൊക്കെ ചെയ്ത് ഒരുപാട് നല്ല ബുദ്ധിയുള്ള എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർ ആവുന്നത് എന്തിനാ? സുബ്ഹാനല്ലാഹ്. കുറേ ആൾക്കാർ ഈ വിഷയത്തിലേക്കും പോകണ്ടേ. നമ്മൾ ജോബ് എന്ന് പറയുന്നത് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മൾ ആകെ ഉദ്ദേശിക്കുന്നത്. പൈസ കിട്ടുന്ന ഏർപ്പാടും അത് ബുദ്ധിക്കൊരു ബ്രെയിൻ എക്സസൈസ് കൊടുക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ മൊത്തത്തിൽ കുറവാണ് നമ്മളെ സമൂഹത്തിൽ കാണുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് കുറച്ച് സയൻറ്റിസ്റ്റുകളും കൂടെ വരണം നമ്മളെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞങ്ങളൊന്ന് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് മിനിമം ഒരു ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു സയൻറ്റിസ്റ്റ്, ഒരു മുസ്ലിം സയൻറ്റിസ്റ്റ്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഇൻഷാ അല്ലാഹ് മുസ്ലിമീങ്ങളായ നല്ല മക്കൾ ഇതുപോലെ വിഷയങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ലഖാലു അവർ ആകാശത്തേക്ക് അള്ളാഹു വാതിൽ തുറന്നാലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഫളല്ലു ഫീഹി യഅറുജൂൻ അതിലേക്ക് കയറിപ്പോകുന്നത്. അറജ എന്ന വാക്ക് ഇവിടെ മനസ്സിലാക്കണം. അറജ മിഅറാജ്, മിഅറാജ് എന്ന് വന്നത് അറജ എന്ന വാക്കിൽ നിന്നാണ്. തഅറുജുൽ മലായികത്തു വറൂഹ് അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശത്തേക്ക് കയറി പോകുന്നുണ്ട്. തഅറുജു മേൽ ആകാശത്തേക്ക് പോകുമ്പോൾ വളഞ്ഞു പൊളഞ്ഞ് തിരിഞ്ഞു പോകുന്നതിനാണ് അറജ എന്ന് പറയാം. കരയുന്ന കുട്ടികളുണ്ടല്ലേ, ഉമ്മാർക്ക് ഇപ്പം അതിന് ഇടങ്ങാററിയുള്ളൂ. എന്നാൽ കുട്ടികളെ അപ്പുറത്തെ ബാക്കിലെ റൂമിലേക്ക് എങ്ങാനും കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ്. പിന്നെ റസ്താതെ കുട്ടികളുണ്ടായത് ഇപ്പം നമ്മളെ കുറ്റമല്ലല്ലോ, അതൊന്നുമല്ല പറയണത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ കുട്ടികളെ എന്ത് ചെയ്യുക, അവർക്ക് കളിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കി അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി കൊടുക്കി അപ്പുറത്തെ റൂമിൽ അവരെ ആക്കി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങോട്ട് കുട്ടികളായിട്ടൊക്കെ വരുന്ന വലിയ ത്യാഗമാണ്. അൽഹംദുലില്ലാഹ് സ്ത്രീകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. ആർക്കും ഇതൊക്കെ വീട്ടിലിരുന്ന കേൾക്കാൻ പറ്റൂലേ. അപ്പം അങ്ങനത്തെ സംഭവം. പക്ഷേ ഒരു സദസ്സിൽ വരിക എന്നുള്ള ആ വർക്കത്തും സദസ്സിൻ്റെ കൂലിയും കിട്ടാനപ്പം നിങ്ങൾ വരുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കുട്ടിയൊക്കെ നമ്മൾ ലൊല്ലിപ്പോപ്പ് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വായയ്ക്ക് എന്തെങ്കിലും എക്സസൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി തരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, തിന്നാനോ കുടിക്കാനൊക്കെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അവരെ എൻഗേജ് ചെയ്യിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ എൻഗേജ് ചെയ്യും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സാരില്ല, വല്ല പറഞ്ഞൊരു ബേജാറായി പോകും. കാസർഗോഡ് ഭാഷയിൽ ബേജാറാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബേജാറാക്കണില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് മിഅറാജ്. അറജ എന്ന് പറഞ്ഞാൽ സിഗ്സാഗ്, നമ്മൾ വളഞ്ഞു പൊളഞ്ഞ് കയറി പോകുന്നതിനാണ് അറജ എന്ന് പറയാം. അതായത് ഒരു സ്പേസ് ഷട്ടിൽ ആകാശത്തേക്ക് പോകുന്ന, സ്പേസിലേക്ക് പോകുന്ന ഏത് വാഹനവും കുത്തനെ റോക്കറ്റ് പോണ പോലെ പോവല്ല, അത് പോകാൻ കഴിയില്ല. ഭൂമിയുടെ മണ്ഡലം കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വളഞ്ഞു പൊളഞ്ഞിട്ടാണ്. ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. താമരശ്ശേരി ചുരം കയറി പോണ പോലെ. അതും പറയേണ്ട സ്ഥലം നമ്മളെ നാട്ടിലെ മൊത്തം റോഡ് അങ്ങനെ തന്നെയല്ലേ. അതന്നെ ആ റൂട്ടിൽ നമ്മളെ നാട്ടിലെ റൂട്ടിലൂടെ പോണ പോലെ ആ പോക്കിനാണ് അറജ എന്ന് പറയാ. മിഅറാജ് ആകാശത്തേക്ക് പോകുമ്പോൾ കുത്തനെ പോവാൻ പറ്റൂല എന്ന് അല്ലാഹു തആല പറയാണ്. അതിന്റെ കാരണമുണ്ട്. ഭൂമി എന്ന് പറഞ്ഞ സാധനം ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്ന സാധനം. അതുകൊണ്ട് നമ്മൾ ഏത് സാധനം ആപ്പിൾ താഴേക്ക് വീണപ്പോൾ സർ ഐസക് ന്യൂട്ടൻ മനസ്സിലാക്കിയ ഗ്രാവിറ്റേഷൻ മനസ്സിലാക്കിയത് അങ്ങനെ എല്ലാം താഴത്തേക്ക് ഭൂമി ഇങ്ങനെ പിടിച്ചു വലിക്കും. ഭൂമിന്റെ അപ്പുറത്ത് ഗോളങ്ങളുണ്ട്, അവ വലിച്ചു വലിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷൻ പുഷ് ആൻഡ് പുൾ. രണ്ട് ഗോളങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഗോളത്തെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഇയാൾ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാലൻസിൽ നിൽക്കും. അതാണ് ഈ ഗോളങ്ങളൊക്കെ നിൽക്കാൻ കാരണം. അല്ലാതെ ഒരു താങ്ങും ആകാശ ലോകത്തില്ലല്ലോ. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ഒരു തൂണും ആകാശ ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ തൂണെന്താ? ഈ ഗ്രാവിറ്റേഷനാണ്. ഓരോന്നിന്റെ ഉള്ളിലും മാഗ്നറ്റ് അല്ലാഹു നിറച്ചിരിക്കുകയാണ്, കാന്തിക ബലം. ഒരു ഗോളം മറ്റൊന്നിനെ തള്ളുന്നു, ഒന്ന് ഇതിനെ തള്ളുന്നു, വലിക്കുകയും ചെയ്യുന്നു. രണ്ടാളും ഒരുമിച്ച് വലിച്ചാൽ ഒരു ബാലൻസിൽ ഇങ്ങനെ നിൽക്കും അവിടെ. ഈ നൃത്തമാണ് ആകാശഗോളങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം മേലോട്ട് ആകാശത്തേക്ക് പോകുന്ന യാത്രക്കാരന് പോകാൻ. അവിടെ പോകുന്ന വാഹനം ചില ഗോളങ്ങളുടെ ഗ്രാവിറ്റേഷൻ ഭയങ്കര ശക്തമാണ്. ഫോർ എക്സാമ്പിൾ സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഭൂമിയുടേക്കാൾ കൂടുതലാണ്. അടുത്ത് പരിസരത്ത് എത്തിയപ്പിടിച്ച് വലിച്ചേക്കുള്ളിലേക്ക്. ഭൂമിയുടേത് ചന്ദ്രനേക്കാളും കൂടുതലാണ് ഗ്രാവിറ്റേഷൻ. ഭൂമിന്റെ പരിധിപ്പെട്ടവനെ ഉള്ളിക്ക് വലിക്കും ഭൂമി, ചന്ദ്രന്റെ പരിധിപ്പെട്ട ചന്ദ്രനിലേക്ക് വലിക്കും. ഈ ഗോളങ്ങളുടെ പരിധിയിലൂടെ കടന്നു പോണെങ്കിൽ ഈ പോകുന്ന വാഹനം ഗ്രാവിറ്റേഷൻ, ഈ കാന്തിക ബലത്തെ മറികടക്കാൻ കഴിയണം. അപ്പൊ ഈ പിടിച്ചു വലിങ്ങനെ നടന്നുകൊണ്ട് ഇതിന്റെ ഇടയിലൂടെ അങ്ങനെ പോവാണ് യാത്ര പോകുന്നവർ. ഈ പോക്ക് ഒരു വരച്ച പോലെ ആകാശത്തേക്ക് പോകാൻ കഴിയില്ല. ഇത് ഇന്ന് മനസ്സിലാക്കിയ സംഗതിയാ. അല്ലാഹു യസ്അദൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റിന് പേരിട്ടത് മിസ്അദ് എന്നാ, മേറാജ് എന്നല്ല പേരിട്ടത്. അതിന് മേറാജ് എന്നും പറയാവുന്ന കയറി പോകുന്നതാണെന്ന് പറഞ്ഞ അർത്ഥത്തിൽ. പക്ഷെ മിസ്അദ് സ്വൈദ എന്ന് പറഞ്ഞാൽ നേരെ ലിഫ്റ്റ് കയറുന്ന പോലെ കയറുന്നതിനാണ്.
വളഞ്ഞു പൊളഞ്ഞാണ് ആകാശലോകത്ത് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇത് അല്ലാഹു തആല പറയാ ഫളല്ലു ഫീഹി യഅറുജൂൻ. ഭയങ്കര അത്ഭുതമല്ലേ ആ പ്രയോഗങ്ങളൊക്കെ. അതാണ് ഖുർആനായത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. ഇത് അറബിയിലായതാ. നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ? നിങ്ങൾ ആകാശത്ത് കയറിപ്പോകും അല്ലേ? നിങ്ങൾ അങ്ങനെ കയറിപ്പോയി എന്നിരിക്കട്ടെ. ഈ കയറിപ്പോവുക സ്വൈദക്കും കയറിപ്പോയി എന്നാ പറയാ, അറജക്കും കയറിപ്പോയി. രണ്ട് വാക്കാണ്. അറജ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് പോവാതെ വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെയേ ഇന്നും സഞ്ചരിക്കുന്നുള്ളൂ സയന്റിസ്റ്റുകൾ. നേർക്കുനേരെ പോകാൻ കഴിയൂല, കാന്തിക മണ്ഡലത്തിലൂടെ പോകേണ്ടത്. അതിനാണ് അല്ലാഹു യഅറുജു. അങ്ങനെ കയറിപ്പോയി എന്നിരിക്കട്ടെ. നമ്മൾ ആയത്തിലേക്ക് വരുന്നു. ലഖാലു, മനുഷ്യൻ എന്ത് പറയും? അവർ പോയിട്ടില്ല. പോയാൽ അല്ലാഹു പറയാം, പോയാൽ അവർ പറയും ഇന്നമാ സുക്കിറത് അബ്സാറുനാ, കണ്ണുപോയിട്ടുണ്ടല്ലോ, കണ്ണുപോയല്ലോ അല്ലേ? കണ്ണുപോയി. അപ്പോൾ പറഞ്ഞ കണ്ണല്ല പോയത്, കരണ്ടാ പോയിട്ടുള്ളൂ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇരുട്ടിലങ്ങനെ പെട്ടുപോയപ്പോൾ പടച്ചതമ്പുരാനെ ഞാനിപ്പോൾ ആകെ ഇരുട്ടിലാണല്ലോ, ഞാനിപ്പോൾ എവിടെയാണ് എന്ന് മനുഷ്യൻ ചോദിക്കും. ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ, അല്ല നമ്മളോട് ആരെങ്കിലും വല്ല സിഹററ്റ് ചെയ്തോ? ആ സിഹറിന്റെ അർത്ഥം നമ്മൾ എന്താണ് ഇപ്പം നമുക്ക് നടക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ, അതാണ് പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ കൂടോത്രം എന്നല്ല പറഞ്ഞതിനർത്ഥം. ഇവിടെ പറഞ്ഞതിനർത്ഥം അതാണ്, നമുക്ക് എന്താ സംഭവിച്ചത്? കണ്ണ് കാണാതെ സുഖിറത് അബ്സാറുന, ഇരുട്ടിലേക്ക് മനുഷ്യൻ പെടും. ഇത് വലിയൊരു അത്ഭുതമാണ്. പക്ഷെ ഈ വെളിച്ചം എന്ന് പറയുന്നത് അള്ളാന്റെ ലോകം മുഴുവനും വെളിച്ചല്ല. നമ്മുടെ ഭൂമിയിലെ 200 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ പകൽ അനുഭവപ്പെടുള്ളൂ. അതാണ് നസ്ലഖു മിൻഹു നഹാർ. പകലിനെ നമ്മൾ അങ്ങോട്ട് വലിച്ചെടുത്താൽ ഫഇദാഹും മുദ്ലിമൂൻ, അപ്പൊ ഇരുട്ടായല്ലേ? അപ്പൊ ഇരുട്ടാണ്. ഈ വെളിച്ചം അത് അല്ലാഹു തആല വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, രാവും പകലും അല്ലാഹുവിന്റെ അത്ഭുതമാണെന്നാ. സുബ്ഹാനല്ലാഹ്. വെറും പ്ലെയിൻ വെളിച്ചമാണെങ്കിൽ നമുക്ക് കണ്ണുകുത്തും. ഇപ്പൊ ഈ റൂമിൽ ഇരുട്ടും വജഅൽന അശംസ അലൈഹി ദലീല അല്ലേ? നിഴൽ എന്ന് പറയുന്ന സംഗതി അള്ളാഹുവിന്റെ വലിയ അത്ഭുതമാണ്. നിഴല്, ഷെയ്ഡ്. എന്ത് അത്ഭുതമാവാൻ കാരണം? വജഅൽന അശംസ അലൈഹി ദലീല, നിഴലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് സൂര്യനുണ്ടായപ്പോഴല്ലേ? എന്താ പറയണത്? നിഴൽ എന്ന് പറഞ്ഞ സംഗതി ഇപ്പൊ നമ്മൾ പകലെന്ന് പറഞ്ഞാൽ തന്നെയും ഈ റൂമിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും ഇരുട്ടും വെളിച്ചവും കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ പ്ലെയിൻ വെറും വെളിച്ചം മാത്രമാണ്. 100 കണക്കിന് ഇങ്ങനത്തെ ലൈറ്റുകൾ, 1000കണക്കിന് ലൈറ്റ് ഇവിടെ വെച്ച് പ്ലെയിൻ വെളിച്ചമാണെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റൂല. നമുക്കിതിന്റെ മുകളിലേക്ക് നോക്കാൻ പറ്റും. ഇതിപ്പോ വെളിച്ചല്ലേ, അതിലേക്ക് കണ്ണ് തുറന്നു നോക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തേ? വെറും വെളിച്ചം കണ്ണിന് സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് കാണാൻ പറ്റൂല. ഇരുട്ടിന്റെ ഉള്ളിലേക്ക് വെളിച്ചത്തെ പ്രവേശിപ്പിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ. ഇവിടെ ഒരു ഇരുട്ടുകൊണ്ട് വെളിച്ചമുണ്ട്, അപ്പോഴാണ് നമുക്ക് പകലാകുന്നത്. ഇതിനാണ് അള്ളാഹു നിങ്ങൾക്ക് തണൽ അങ്ങനെ ഒരു വൃക്ഷത്തിന്റെ തണൽ എന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചമുണ്ട്, ഇരുട്ടുമുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല റാഹത്തിൽ വിശ്രമിക്കാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതമാണത്. ഭൂമിയുടെ പരിധി ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ സുഖിറത് അബ്സാറുന, പടച്ചോനെ കണ്ണുപോയല്ലോ, പടച്ചോനെ കണ്ണ് കാണുന്നില്ലല്ലോ എന്ന് മനുഷ്യൻ പറയും. എന്തേ? 200 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഭൂമിയുടെ പുറത്തേക്ക് കടന്നാൽ പിന്നെ ഒക്കെ രാവും പകലൊക്കെ ഇരുട്ടാണ്. പിന്നെ അവിടെ രാവും പകലും ഇല്ല, ഇരുട്ട് മാത്രമാണ്. സൂര്യൻ അവിടെ ഉണ്ട്. എങ്ങാനും ചില നക്ഷത്രങ്ങളിൽ സൂര്യപ്രകാശം തട്ടിയാൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാം, അവിടെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് കാണാം, മറ്റു ഗോളങ്ങളിൽ പ്രകാശം കാണാം. പക്ഷേ ബാക്കിയൊക്കെ ഇരുട്ടാണ്. നമ്മളിപ്പോൾ ഇരുട്ടത്ത് നിന്നാൽ ആകാശത്തെ നക്ഷത്രം കാണൂലേ? ഈ ലെവലാണ് ഭൂമിയിൽ നിന്ന് 200 കിലോമീറ്റർ പുറത്തു പോയാൽ. അവിടെ പകലും രാത്രിയൊക്കെ രാത്രി തന്നെയാണ്, ഇരുട്ട് തന്നെയാണ്. ഇത് മനുഷ്യൻ പറയും എന്ന് ഖുർആൻ പറയാം. പോയാൽ ഇതൊക്കെ പോകുന്നതിൻ്റെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് സൂര്യനുണ്ട്, പക്ഷെ സൂര്യൻ കത്തുന്നത് കൊണ്ട് അള്ളാഹിൻ്റെ ഗാലക്സി മുഴുവൻ പകലല്ല. ആ സൂര്യപ്രകാശം ഇരുട്ടിലൂടെ വന്ന് ഭൂമിയിൽ തട്ടുമ്പോൾ മാത്രമാണ് പകലാവുന്നത്. യാ അല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വലിയ സംവിധാനങ്ങളാണ്. അപ്പൊ മിഅ്റാജ്, ഉറൂജ് അങ്ങനെയാണ്. അള്ളാഹു ആകാശലോകത്തേക്ക് മനുഷ്യനെ കയറിപ്പോകാൻ സഹായിക്കുന്നത് വളഞ്ഞു പൊളഞ്ഞുകൊണ്ടുള്ള റൂട്ടിലൂടെയാണ്. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആകാശങ്ങളെ ഭേദിച്ചു കടക്കാൻ പറ്റുമോ? ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾക്കതിന് സാധ്യമല്ലല്ലോ. അള്ളാഹു നൽകുന്ന പരമാധികാരം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല. ആ പരമാധികാരം അള്ളാഹു നൽകുന്നത് ആരാണോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വഴിപ്പെടുന്നത് അവർക്കാണ്. ഇന്നമാ
അഖ്ശാകും ലില്ലാഹി അന വഅത്ഖാകും ലില്ലാഹി അന. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് തഖ്വയുള്ളതും എനിക്കാണെന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയായി റബ്ബിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചപ്പോഴാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ അല്ലാഹ് പറഞ്ഞത് കേൾക്കുന്ന ആളാണ്, എൻ്റെ റബ്ബാണ് എൻ്റെ മാസ്റ്റർ, എൻ്റെ റബ്ബ് എന്ത് പറയുന്നു ഞാൻ അതിനടിമയാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയാൽ അതാണ് റബ്ബ് നൽകുന്ന സുൽത്താൻ. അതിൽ ഏറ്റവും വലിയ തഖ്വയുണ്ടായത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മിഅ്റാജ് കൊണ്ടുപോയപ്പോൾ അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? അസ്റാ ബിഅബ്ദിഹി. അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആളല്ലേ, അള്ളാഹിൻ്റെ അടിമയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച അള്ളാഹു അബ്ദ് എന്ന് പറഞ്ഞത് അവിടെ അത് ഏറ്റവും വലിയ അഭിമാനമാണെന്നാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമ. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അടിമകളല്ലേ. തടിക്ക് തോന്നുന്ന ഉറങ്ങുക, എന്നാൽ പിന്നെ ഒന്ന് സുബഹി വേണ്ട. പണ്ട് ഉസ്താദ് നാട്ടിൽ വന്നിട്ട് ആകെ ബേജാറായിപ്പോയി അല്ലേ. കുട്ടികളൊക്കെ എന്തോ ഒരു നല്ല മക്കളാ റബ്ബെ, സുബഹിക്ക് എഴുന്നേറ്റ് യാ അള്ളാഹ് കുളിച്ച് ഉഷാറായി. വെള്ളിയാഴ്ച ആയേക്കുമ്പോൾ നീക്കണമെന്നല്ല, യാ പടച്ചോനെ മക്കളെ നീക്കണ്ടേ ഉസ്താദ്, ഇന്ന് ഡ്യൂട്ടിയില്ല കടന്നുറങ്ങിക്കോളി. അപ്പോൾ നീക്കുമ്പോൾ അന്ന് സുബഹിയില്ല. അപ്പം നമ്മൾ ആകെ ഡ്യൂട്ടിക്കും വേണ്ടിയാണ് ജീവിക്കണത് അല്ലേ, അല്ലെങ്കിൽ തടിക്കും വേണ്ടിയാണ് ജീവിക്കണത്. അള്ളാഹിൻ്റെ അടിമയല്ല, നമ്മൾ കമ്പനീൻ്റെ ബോസിൻ്റെ അടിമയാണ് അല്ലേ. നമ്മൾ നമ്മുടെ എംപ്ലോയറുടെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാവണില്ല. സുബ്ഹാനല്ലാഹ്. സുബഹി ഇങ്ങനെ വൈകി നേരത്തെ ആവുകയാണെങ്കിൽ സുബഹി അങ്ങനെ അള്ളാഹിക്കൊണ്ടേയിരിക്കും അല്ലേ. സുബഹി 7 മണിക്കൊക്കെ ആണെങ്കിൽ യാ അള്ളാഹ്, അതിൻ്റെ മുമ്പ് തന്നെ നിസ്കരിച്ച് തീർക്കും, ഡ്യൂട്ടിക്ക് എത്തണമല്ലോ, അതിന് മുമ്പ് എന്തായാലും എണീക്കണം. സുബഹി 4 മണി 4:30 5:05 അള്ളാഹു, 5 മണിക്ക് അള്ളാഹു. എന്നാൽ പിന്നെ ഇല്ല തന്നെ, നമ്മളൊക്കെ ആരടിമയാണ്? അബ്ദുല്ലാഹ് എന്ന് പറയാനായോ? അസ്റാ ബിഅബ്ദിഹി. ആ അബ്ദിനാണ് അല്ലാഹു മിഅ്റാജ് കൊണ്ടുപോയത്. 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അല്ലാഹു കൊണ്ടുപോയത് ആരെയാ? അല്ലാഹുവിന്റെ അടിമയായപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇല്ലാ ബിസുൽത്താൻ. അത് ഭയങ്കര സംഗതിയല്ലേ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജാണെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കാൻ കാരണം അതാ. ഇസ്രാ മിഅ്റാജ് ചെറിയ സംഗതിയാണോ? ഖുർആൻ എന്ന അത്ഭുതം ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് കിടക്കുന്ന മുഅ്ജിസത്ത് ഏതാ? അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്രാഉം മിഅ്റാജുമാ എന്താണത്? അഖ്താരിസ് സമാവാതി വൽ അർദ്. ഇത് കടന്നുപോയ യാത്രയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. കൈയും കാലൊക്കെ നിർത്താനൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് ഊര് വലിയാനൊക്കെ ഉണ്ടെങ്കിൽ ഊര് വലിഞ്ഞിട്ടൊക്കെ ഇരുന്നേക്ക്. ഇൻഷാ അല്ലാഹ്. നേരം വൈകിയും തോന്നണല്ലേ, 10:15. നമ്മൾ 9:05 തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടെ എടുത്താൽ കൂടുതലാവുമോ? ഇൻഷാ അല്ലാഹ്. ആവുന്നു അല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്താണ് ഒരു 35 ആകുമ്പോഴേക്കും നിർത്താം. ഇൻഷാ അല്ലാഹ്. കുറച്ച് വിഷയങ്ങൾ ഇത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാനുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാൻ ബാക്കി. ഏതായിരുന്നാലും നോക്കുക, മനുഷ്യന് ഭൂമിയെ മുറിച്ചടക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇനി ആകാശ ലോകങ്ങളെ മുറിച്ചു കടക്കാൻ കഴിയുമോ? മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്. എന്താണ് ആകാശലോകങ്ങൾ? യാ അല്ലാഹ്, നമ്മൾ നിൽക്കുന്ന നമ്മുടെ സൂര്യനും സൂര്യന്റെ കൂടെയുള്ള ഗ്രഹങ്ങളും മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, സൂര്യൻ നക്ഷത്രമാണല്ലോ, ഇതുപോലെയുള്ള നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്ന ഈ ക്ഷീരപഥം എന്ന് പറയുന്ന സിക്കത്തു തബ്ബാനയുടെ മിൽക്കി വേയുടെ റേഡിയസ് എന്ന് പറയുന്നത് 1,00,000 പ്രകാശവർഷമാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന താരസമൂഹത്തിന്റെ ഒരറ്റത്ത് മറ്റേ അറ്റം വരെ പോവണമെങ്കിൽ പ്രകാശം 1 സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ സ്പീഡിൽ ഒരു പ്രകാശം പോയാൽ ആ പ്രകാശം അക്കരെ എത്തുമ്പോഴേക്കും 1,00,000 പ്രകാശവർഷങ്ങൾ കഴിഞ്ഞിരിക്കും. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഈ ചെറിയ സമൂഹത്തിൻ്റെ, താരസമൂഹത്തിൻ്റെ വലിപ്പം. പ്രകാശവർഷം മനസ്സിലാവണം, പ്രകാശ സെക്കൻഡ് എന്താണെന്ന് മനസ്സിലാവണം. 3,00,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, അതാണ് ഒരു പ്രകാശ രശ്മിയുടെ സൂര്യപ്രകാശത്തിൻ്റെ വേഗത. അത് 1,00,000 100,000 years, 1,00,000 വർഷം യാത്ര ചെയ്താലാണ് നമ്മുടെ താരസമൂഹത്തിൻ്റെ അത് മുറിച്ചടക്കാൻ. അള്ളാഹിന്റെ സമാഗമനം മുറിച്ചടന്നോ? ഇല്ല. താരസമൂഹത്തെ, നമ്മുടെ താരസമൂഹത്തെ മുറിച്ചു കടക്കണമെങ്കിൽ അത് വേണം.
യാ അല്ലാഹ്. അതിൻ്റെ ഏറ്റവും ചെറിയ റേഡിയസ് എന്ന് പറയുന്നത് 10,000 പ്രകാശവർഷമാണ്. വീതി കുറഞ്ഞ ഭാഗത്തേക്ക് 10,000 പ്രകാശവർഷം, വീതി കൂടിയ ഭാഗം 1,00,000 പ്രകാശവർഷമാണ്. സെൻറ്ററിന് അതിൻ്റെ റേഡിയസ് കണക്കാക്കിയാൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നാൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനം വേണം. നമ്മുടെ മണിക്കൂറിൽ 200-250 അതൊന്ന് എന്ത് സ്പീഡ് പോയിട്ട് എന്താ ക്യാമറ പിടിക്കും. 140 മുകളിൽ നിന്ന് എന്തായാലും പോകാൻ വയ്യ അല്ലേ? അതൊക്കെ മണിക്കൂറിൽ നമ്മൾ 140 കിലോമീറ്റർ, സെക്കൻഡിൽ 3 ലക്ഷം പോകണം. അങ്ങനത്തെ ഒരു വാഹനം കിട്ടിയാലേ ഇത് പോക്കന്നെ നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു വാഹനത്തിൽ പോയാൽ നമ്മുടെ താരസമൂഹത്തിന്റെ ഒരറ്റ മറ്റത്തേക്ക് അഖ്താരി സമാവാത്ത് എന്ന് പറയാനായിട്ടില്ല, അഖ്താരി നമ്മുടെ ഈ നമ്മുടെ താരസമൂഹത്തിന്റെ റേഡിയസ് മുറിച്ചടക്കണമെങ്കിൽ തന്നെ നമുക്ക് മിനിമം 1 ലക്ഷം വർഷത്തെ ആയുസ് വേണം. 1 ലക്ഷം കൊല്ലൊക്കെ ജീവിക്കണത്? 1 ലക്ഷം വർഷം എടുക്കുന്നല്ലേ പറഞ്ഞു. എങ്ങനെ എടുക്കുന്ന? പ്രകാശം പോണ സ്പീഡ് പോയാൽ 1 ലക്ഷം വർഷം എടുക്കുന്നു. എവിടെ? നമ്മൾ ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഈ ഇതിൻ്റെ ഒരറ്റം മറ്റത്തേക്ക്. അതുകൊണ്ട് അല്ലാഹു ലാ തൻഫുദൂൻ, ഇതൊന്നും കഴിയൂല മനുഷ്യ, ഞങ്ങൾ കളിക്കല്ലേ എന്നാ പറയുന്നത്. ഇല്ലാ ബിസുൽത്താൻ, മുസ്തഹീൽ, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ താരസമൂഹത്തിൻ്റെ ഭൂമിയിൽ നിന്ന് കണക്കാക്കിയാൽ നമ്മുടെ സൂര്യൻ്റെ സമൂഹത്തിൻ്റെ ഒരറ്റത്തേക്ക്, സെൻറ്ററിൽ നിന്ന് ഒരറ്റത്തേക്ക് പിടിച്ചാനുള്ള റേഡിയസ് പോകണമെങ്കിൽ 20,000 സന, 20,000 വർഷം വേണം, 20,000 കൊല്ലം വേണം ഭൂമിയിൽ നിന്ന് നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ഒരു സൈഡിലേക്ക് പോകാൻ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ താരസമൂഹത്തിൻ്റെ ഒരു സൈഡ് ഭൂമിയിൽ നിന്ന് പിടിച്ചാൽ തന്നെ 20,000 വരും. സൂര്യനിൽ നിന്ന് ഒരറ്റത്തേക്കുള്ള കണക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 ലക്ഷം പ്രകാശവർഷങ്ങൾ മനുഷ്യന് സാധ്യമല്ല. എന്റെ സമൂഹത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഉള്ളിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മനുഷ്യൻ എവിടെന്ന് 20,000 വർഷം ജീവിക്കാൻ കഴിയുന്നു? സാധ്യമല്ല. ഈ താരസമൂഹം 1 ലക്ഷം പ്രകാശവർഷം ദൂരമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ താരസമൂഹം മറ്റൊരു വലിയ താരസമൂഹത്തിന്റെ ഭാഗമാണ്. അതിന്റെ റേഡിയസിന്റെ ദൂരം 3.25 മില്യൺ പ്രകാശവർഷമാണ്. 3.25 മില്യൺ പ്രകാശവർഷമാണ് നമ്മൾ ഏതൊരു താരസമൂഹത്തിന്റെ ബാക്കിയാണോ അതിന്റെ മറുഭാഗത്ത് കിടക്കുന്നത്. 3.25 മില്യൺ പ്രകാശവർഷം. മില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷം. അത് കിടക്കുന്നത് മറ്റൊരു വലിയ താരസമൂഹത്തിന്റെ ഭാഗമാണ്. 6.5 മില്യൺ പ്രകാശവർഷം ദൂരമെടുക്കുന്ന റേഡിയസ് ഉള്ള ആരമുള്ള ഒരു വലിയ താരസമൂഹത്തിന്റെ ഭാഗമാണത്. അത് കിടക്കുന്നതോ മറ്റൊരു വലിയ നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 100 മില്യൺ പ്രകാശവർഷം. സുബ്ഹാനല്ലാഹ്. 100 മില്യൺ ലൈറ്റ് ഇയേഴ്സ്. ഇതൊക്കെ കഴിഞ്ഞാലും ആകാശലോകം എത്തി എന്ന് പറയാനായിട്ടില്ല. ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ പറയണത്? ഇതാണ് നമ്മുടെ ലോകം. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭൂമിയിൽ അതിൽ 2 ഭാഗം കടലും വെള്ളമായിട്ട് പോയി, അതിൽ കുറച്ച് ഭാഗം കരയുള്ളൂ. അത് കുറേ ആഫ്രിക്കയിലും ഇന്ത്യയിലും കുറേ കാടും, നമ്മുടെ സർക്കാരൊക്കെ വന്യമൃഗ സംരക്ഷണമായിട്ട് കുറേ മണ്ണിൽ ജീവികളാണ്. മനുഷ്യന്മാരിൽ കുറച്ച് സ്ഥലത്തേ താമസിക്കണുള്ളൂ. അതിലൊരു 5 സെൻറ്റോ 10 സെൻറ്റിലോ താമസിക്കുന്ന മനുഷ്യ, നീ ആലോചിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ ലോകത്തിൻ്റെ വലുപ്പം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യനിങ്ങനെ അള്ളാഹു ചിന്തിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. ഇത് നിങ്ങൾ കാണുന്നില്ലേ ഈ വലിയ ലോകം അള്ളാഹു? എന്തിനാണ് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ്? റബ്ബിനെ മനസ്സിലാക്കാൻ. നിങ്ങൾ എൻ്റെ അള്ളാഹുവിനെ അറിയുന്നു, ഇതിനാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു തആല ചോദിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്. ആകാശലോകങ്ങളെയും ഭൂമിയെയും ചേർത്ത് പറഞ്ഞതിൽ മറ്റൊരു സ്വകാര്യമുണ്ട്, മറ്റൊരു രഹസ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഏതാണ്? ഈ ലോകത്തിന്റെ സെന്റർ ഏതാ? നമുക്കറിയൂല. ശാസ്ത്രകാരന്മാർ ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ചു പോയ ഭയങ്കരമായ സ്റ്റണ്ണിങ്, ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയാണത്. ഈ ലോകത്തിന് സെന്റർ വേണ്ടേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ ദൂരമുള്ള താരസമൂഹങ്ങളാണ്. ഇതിനൊക്കെ ഒരു കേന്ദ്രം വേണ്ടേ? ഭൂമിയുടെ കേന്ദ്രം കഅബയാണ്, പരിശുദ്ധ കഅബയാണ്.
കഅബയുടെ നേരെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബൈത്തുൽ മഅമൂർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഇമാം സുദ്ദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുത്തെ അസ്ഹാബിനോട് ചോദിച്ചു, ഹൽ തദ്റൂന മൽ ബൈത്തുൽ മഅമൂർ, അല്ലാഹുവിന്റെ ബൈത്തുൽ മഅമൂർ എവിടെയാണെന്ന്, എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആകാശലോകത്തെ ഒരു പള്ളിയാണത്. ഖാലു അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ആ നേരത്ത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഫഇന്നഹു മസ്ജിദുൻ ഫിസ്സമാ, അത് ആകാശലോകത്തുള്ള ഒരു പള്ളിയാണ് ബൈത്തുൽ മഅമൂർ. ബിഹിയാലിൽ കഅബ, കഅബയുടെ നേരെ മുകളിലാണ് ബൈത്തുൽ മഅമൂർ. ലൗ ഖറ ലഖറ അലൈഹാ, ബൈത്തുൽ മഅമൂർ എങ്ങാനും പൊളിഞ്ഞു വീണാൽ അത് വീഴുന്നത് കഅബയുടെ മുകളിലേക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70,000 മലക്കിൻ, 70,000 മാലാഖമാർ അല്ലാഹുവിന്റെ ബൈത്തുൽ മഅമൂറിൽ ഇബാദത്ത് ചെയ്ത് തവാഫ് ചെയ്തു പോകുന്നുണ്ട്. 70,000 ആളുകൾ, മലക്കുകൾ. ഇദാ ഖറജൂ മിൻഹു ലം യഊദു ആഖിറ മാ അലൈഹിം, അവിടുന്ന് പള്ളിയിൽ നിന്ന് അവരുടെ തവാഫും അവരുടെ ഇബാദത്തും കഴിഞ്ഞ് ബൈത്തുൽ മഅമൂറിൽ നിന്ന് ഓരോ ദിവസത്തെയും 70,000 മലക്കുകൾ പുറത്തു പോയാൽ പിന്നെ ഇവർ ആ പള്ളിയിലേക്ക് വരാറില്ല. പിന്നെ പുതിയ 70,000 വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും 70,000 മലക്കുകൾ വിസിറ്റ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന അല്ലാഹുവിന്റെ പള്ളിയുണ്ട് ആകാശലോകത്ത്. അതിന്റെ പേരാണ് ബൈത്തുൽ മഅമൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ ഹദീസാണ്. ബിഹിയാലിൽ കഅബ, ബൈത്തുൽ മഅമൂർ 7 ആകാശങ്ങൾക്കപ്പുറമാണ്. ബൈത്തുൽ മഅമൂർ അങ്ങ് വീണാൽ നേരെ കഅബന്റെ മുകളിലേക്ക് വീഴുക. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാവ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രം വേണ്ടേ? ആ കേന്ദ്രം ഭൂമിയായേ പറ്റൂ. ഭൂമിയുടെ കേന്ദ്രം കഅബയാണ്. കാരണം 7 ആകാശങ്ങൾക്കുള്ള ദൂരം നമ്മൾ കണക്കാക്കണം. ഈ മില്യൺ കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടേ ആകാശത്തിന്റെ ഒരു അറ്റത്തേക്ക് എത്താൻ പറ്റൂ. 7 ആകാശത്തിന്റെ അപ്പുറമുള്ള ഒരു ഭാഗത്തെയാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. അത് വീണാൽ ഇങ്ങോട്ട്, അപ്പൊ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാണെന്ന ആശയം മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുക. സയന്റിസ്റ്റുകൾ അത് അംഗീകരിച്ചിട്ടില്ല, അവർക്കത് പറയാൻ കഴിയണില്ല. എങ്ങനെ പറയും? എവിടുന്നാ തുടങ്ങുക? അറ്റങ്ങൾ മുഴുവൻ മനസ്സിലായാലല്ലേ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഹാള് മൊത്തം 4 ചുമര് അറിഞ്ഞാലല്ലേ ഈ ഇതിന്റെ സെന്റർ എന്തെന്ന് അറിയാൻ പറ്റൂ. ഇതറിയാൻ പറ്റുന്നില്ല സയന്റിസ്റ്റുകൾക്ക്. പക്ഷേ ഖുർആൻ ഭൂമിയും ആകാശങ്ങളും എന്ന പ്രയോഗങ്ങൾ, ഈ ഹദീസ് ബൈത്തുൽ മഅമൂറിനെ പറ്റിയുള്ള ഹദീസുകൾ, വേറെയും ഹദീസുകൾ, ഭൂമിയിൽ നിന്നുള്ള ദൂരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളൊക്കെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിനൊരു സെന്റർ ഉണ്ടാകുമെങ്കിൽ ആ സെന്റർ ഭൂമിയായിരിക്കണമെന്നാണ്. ഇത് മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന, നമ്മുടെ സയന്റിസ്റ്റുകളായ ഉലമാവ് പറയുന്ന വിഷയമാണ്. സാധാരണ സയന്റിസ്റ്റുകൾ ഇത് അംഗീകരിക്കൂല, അവർക്കത് പറയാൻ ധൈര്യമില്ല. എവിടെന്നാ പറയുന്നത്? പക്ഷേ ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ഭൂമിയും ആകാശവും മുറിച്ചു കടക്കാൻ. അപ്പോ ഭൂമിയെ ലക്ഷ്യം വെച്ച്, ഭൂമിയെ തുളച്ചു കടന്ന് ആകാശത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു വൃത്തം അങ്ങനെ സങ്കല്പിച്ചാൽ അതിൻ്റെ സെന്ററിൽ ഒരു കുത്തുവെച്ചാൽ ആ സെന്ററിൽ നിന്ന് ഈ വട്ടത്തിലേക്ക് എങ്ങോട്ടെങ്കിലും വരച്ചാൽ അതിനാണ് നമ്മൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയാ, അല്ലേ? ഭൂമിയെ പറഞ്ഞ് ഭൂമിയെ തുളച്ചു കയറി ആകാശത്തേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സെന്റർ ഭൂമിയാകാമോ? ആയിരിക്കണമെന്നാണ്. ഇങ്ങനത്തെ ഒരു ഗോളം വേറല്ല. മറ്റ് ദാബ ജീവികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. മറ്റു ഗോളങ്ങളിൽ ജീവികളുണ്ട്. പക്ഷേ അത് മനുഷ്യന്മാരെ പോലുള്ളതാണോ? അവിടുത്തെ ജീവികൾ എന്താ? അതൊന്നും നമുക്കറിയില്ല. അവിടെ സിവിലൈസേഷൻ ഉണ്ടോ? അവിടെ കൾച്ചറുണ്ടോ? അവിടെ നബിമാർ വന്നിട്ട് ഇതൊന്നും നമുക്കറിയില്ല. ജീവികളുണ്ടെന്നേ ആയിട്ടുള്ളൂ. മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവികളുണ്ട്, ഇതൊന്നും ഇതിനുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഭൂമിയെ പോലെ ഭൂമിയെ ഉള്ളൂ. വൽ അർള വദഅഹാ ലിൽ അനാം എന്ന് പഠിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാവരും പറയണം, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നുമേ ഞങ്ങൾ നിഷേധിക്കുന്നില്ല റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നമ്മൾ സുബ്ഹാനക യാ റബ്ബ് എന്ന് പറയുക, അത്ഭുതങ്ങളൊക്കെ പറയുമ്പോൾ സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക, അല്ലാഹു നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അല്ലാഹു ഈ ലോകം പടച്ചില്ലെങ്കിൽ റബ്ബിനെ നമ്മൾ എങ്ങനെ അറിയും?
അള്ളാഹുവിനെ അറിയാനുള്ള വിളക്കുകളായി ലോകത്തെ എല്ലാ സംവിധാനങ്ങളും. യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. ആകാശലോകത്ത് അല്ലാഹു കോപ്പർ വെച്ചിട്ടുണ്ട്, ജ്വാലകളില്ലാത്ത തീനാളങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട് ആകാശലോകത്ത് എന്ന് പറയാൻ പോകുന്ന ഭാഗം. യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. ഒരു മനുഷ്യനോ ഒരു ജിന്നോ അല്ലാഹുവിൻ്റെ മണ്ഡലത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവരെ കോപ്പർ കൊണ്ട് എറിയപ്പെടുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല തീ കൊണ്ട് അവരെ എറിയുക തന്നെ ചെയ്യും. ഇത് നരകത്തിന്റെ തീനല്ല, ഈ പ്രപഞ്ച ലോകത്തിന് അല്ലാഹു ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെനട്രേറ്റ് ചെയ്ത് കടക്കാൻ പറ്റൂല അപ്പുറത്തേക്ക്. എന്താണ് നുഹാസ്? ഈ കോപ്പർ എന്ന് പറയുന്നത് അത് ഉരുകാൻ തന്നെ 1083 ഡിഗ്രി ചൂട് വേണം. അത് ഉരുകാൻ, ഒന്ന് മെൽറ്റാവാൻ. അതൊന്ന് തിളച്ചു മറിയണമെങ്കിലോ 2567 ഡിഗ്രി ചൂടിലെ ഈ കോപ്പർ എന്ത് ചെയ്യും? അത് ഒന്ന് തിളച്ചു മറിയൂ. സുബ്ഹാനല്ലാഹ്. ചെമ്പിന് ഇപ്പം നമ്മൾ ഈ ജ്വല്ലറി മേക്കിങ്ങിലൊക്കെ അത് ശരിക്കും ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ എത്ര ഡിഗ്രി ചൂടിലാണ് കത്തിക്കണതെന്നാ. സുബ്ഹാനല്ലാഹ്. നമ്മളെടുത്ത് അണിയുമ്പോൾ അല്ലാ എന്തോ ഒരു ചുരുക്കുണ്ടല്ലേ എന്നേ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉണ്ടാക്കാൻ അതിൻ്റെ മേക്കിങ്ങിൽ ഉപയോഗിച്ച ടെക്നോളജി എന്താണ്? ചെമ്പ് തന്നെ മെൽറ്റ് ചെയ്ത് സ്വർണത്തിനോട് ചേർക്കണമെങ്കിൽ 2567 ഡിഗ്രി ചൂട് വേണം. അവിടെ നിന്നൊരു 4000 കൂടെ കൂടിയ സൂര്യൻ്റെ പുറത്തുള്ള ചൂട് കത്തി. സുബ്ഹാനല്ലാഹ്. 6000 ഡിഗ്രി ചൂടാ സൂര്യൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത്. അത് ഏറ്റവും ചൂട് കുറഞ്ഞ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. 2567 ഡിഗ്രി ചൂടിലാ കോപ്പർ മെൽറ്റാവുക. യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസ്. നുഹാസ് കൊണ്ട് നിങ്ങൾ അല്ലാഹു എറിയുന്നുണ്ടെന്ന് പറയുന്നു. ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഇരുമ്പുണ്ടായത് അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹദീദൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇരുമ്പിനെ സംബന്ധിച്ച് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ വഅൻസൽനൽ ഹദീദ്, ഭൂമിയിലേക്ക് ഇരുമ്പ് വന്നത് സ്പേസിൽ നിന്നാണെന്ന ഖുർആനിലെ പ്രയോഗം. വഅൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത്. അയേൺ എന്ന് പറഞ്ഞ സംഗതി ആകാശ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. ഭൂമി നിങ്ങളുടെ മണ്ണിൽ കാണുന്ന ലവണങ്ങളെപ്പോലെ അതിൻ്റെ ഉള്ളിൽ എത്തിയത് വർഷങ്ങളോളം ഇരുമ്പിൻ്റെ മഴ പെയ്തുകൊണ്ടാണെന്നാണ്. ആ മഴ സ്പേസിൽ നിന്ന് വരണം. സുബ്ഹാനല്ലാഹ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അത് കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് അതിൻ്റെ ശരിയായ ടേംസ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ. ഇരുമ്പിൻ്റെ അംശങ്ങൾ ആകാശ ലോകത്തെ മറ്റു എലമെന്റുകളുമായി കൂടിച്ചേർന്നതിൻ്റെ താപത്തിലും അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത, ഇതൊക്കെ കണക്കാക്കി ഒരുപാട് വർഷങ്ങളോളം അന്തരീക്ഷ മണ്ഡലത്തിലെ മറ്റു സാധനങ്ങളുമായി കൂടിക്കലർന്ന് ഇരുമ്പുണ്ടായി, കോപ്പറുണ്ടായി എന്നൊക്കെ അല്ലാഹു തആല മനസ്സിലാക്കി തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇരുമ്പ് മേലെന്ന് വന്നതാണെന്ന് അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ അലി മൻസൂർ അൽ ഖയാലി അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ദുബൈയിൽ, ഹോളി ഖുർആൻ അവാർഡുമായി ബന്ധപ്പെട്ട്. അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ സംബന്ധിച്ച് മാത്രം, ഇരുമ്പ് ആകാശ ലോകത്ത് നിന്ന് വന്നതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോൾ എന്താ ഇതൊക്കെ ഇരുമ്പല്ലേ, ഈ മൈക്കിപ്പോൾ ഇരുമ്പല്ലേ, ഇത് ഇരുമ്പാണ്, എന്താ നമ്മുടെ കയ്യിൽ വാച്ചിൻ്റെ സ്ട്രാപ്പ് അത് അല്ലേ, ഇതൊക്കെ ഇരുമ്പാണ്. നമ്മുടെ മേത്ത് എത്ര ഇരുമ്പുണ്ടാവും? ഇതൊക്കെ ആകാശലോകത്ത് നിന്ന് വന്ന സംഗതിയാണെന്ന്. അത് ഭൂമിയിലെത്തി, ഭൂമിയുടെ ഉള്ളിൽ നമ്മളത് എടുത്ത് റിഫൈൻ ചെയ്യാണ്, നമ്മളതിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹൽക്കാണ്, നമ്മൾ ഷേപ്പ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇരുമ്പിനേക്കാളും ഭയങ്കരമാണ് കോപ്പർ. കാരണം ഇരുമ്പിൻ്റെ വെയിറ്റ് ഏകദേശം 54 മില്ലിഗ്രാം. അതിൻ്റെ കണക്ക് പ്രകാരം 54 വരുന്നത് നുഹാസ്, കോപ്പറിന് വരുന്നത് 63. സുബ്ഹാനല്ലാഹ്. ഇരുമ്പിൻ്റെ അതിൻ്റെ അറ്റോമിക് നമ്പർ 26. പക്ഷേ നുഹാസിൻ്റേത് 29 ആണ്, 29 കോപ്പറിൻ്റേത്. ഭാരത്തിൽ കൂടുതലാണ്. അത് അലിയാനും ഉരുക്കിയെടുക്കാനുമുള്ള ചൂടും കോപ്പറിൻ്റേത് ഇരുമ്പിനേക്കാളും കൂടുതലാണ്. അങ്ങനത്തെ ഒരു സംഗതി ആകാശ ലോകത്ത് അല്ലാഹു സംവിധാനിച്ച് വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സഗ്ലൂൽ അൽ നജ്ജാർ, ഈജിപ്ഷ്യൻ പണ്ഡിതനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അബ്ദുല്ലാഹി ഷിഹാബി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹം വാഷിങ്ടൺ DC-യിലെ നമ്മുടെ സ്പേസ് സെൻറ്റർ സന്ദർശിച്ച ആളാണ്. അതോടൊക്കെ കാണാൻ പറ്റിയ ആളാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ വലിയ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ വിഷയങ്ങളൊക്കെ നമ്മൾ ചെന്ന് കാണും. അതൊക്കെ ഭയങ്കര ഹ്യൂമൻ എക്സലൻസ് എന്നൊക്കെ പറയുന്നത് അതാണല്ലോ, മനുഷ്യൻ ചെയ്തു കൂട്ടിയ വലിയ വലിയ അത്ഭുതങ്ങൾ.
അങ്ങനെ അദ്ദേഹം അബ്ദുള്ള ഷിഹാബി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം വാഷിങ്ടൺ DC-യിലെ അവിടുത്തെ സ്പേസ് സെൻറ്റർ സന്ദർശിച്ച ആളാണ്. അവിടുത്തെ എക്സിബിഷനിൽ ആദ്യകാലം മുതൽ, നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് കാലം മുതൽ ഇന്ന് ഇങ്ങോട്ട് വരെയുള്ള സർവമാന ഫ്ലൈറ്റുകളുടെയും സ്പേസ് വാഹനങ്ങളുടെയും അതിൻ്റെയൊക്കെ സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ അതിൻ്റെ പ്രോഗ്രഷൻ മനസ്സിലാക്കി. ഇവിടുന്നാണ് തുടങ്ങിയത്, ഇപ്പം നമ്മൾ ഇങ്ങനത്തെ എത്തി. സുബ്ഹാനല്ലാഹ്. അതിലിങ്ങനെ കാണിച്ച കൂട്ടത്തിൽ അപ്പോളോ ഷട്ടിൽ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോളോ വാഹനം, സ്പേസിലേക്ക് പോയ, ചന്ദ്രനിലേക്ക് പോയ അപ്പോളോ വാഹനമുണ്ട്. അപ്പോളോ വാഹനം ഇദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരുപാട് കോപ്പറിൻ്റെ ലൈനുകൾ ഇങ്ങനെ ഈ വാഹനത്തിൻ്റെ പുറത്ത് ലൈനായിട്ട് ഇങ്ങനെ വരഞ്ഞു കിടക്കുകയാണ്, കോപ്പറിൻ്റെ ലൈനുകൾ. അപ്പോൾ മഹാനായ അബ്ദുള്ള ഷിഹാബി അദ്ദേഹം അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ അപ്പോളോ വാഹനം ഉണ്ടാക്കാൻ കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, കോപ്പർ ഉണ്ടല്ലോ ഉപയോഗിച്ചത്, ഇവിടെ അലൂമിനിയം മറ്റു സാധനങ്ങൾ, കോപ്പർ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, കോപ്പർ ഉപയോഗിച്ചില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്പേസ് ഷട്ടിലിൻ്റെ അപ്പോളോയുടെ മുകളിൽ കോപ്പറിൻ്റെ നുഹാസിൻ്റെ അടയാളങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു സയൻറ്റിസ്റ്റിനോട്. അപ്പോൾ അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ഇത് ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് നമ്മുടെ ഷട്ടിൽമേൽ പറ്റിപ്പിടിക്കുന്ന സാധനങ്ങളാണ്. അത് നനവും കൂടെ ഉണ്ടാകുമ്പോൾ ആ പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മുടെ വാഹനത്തിന് മേൽ പറ്റിപ്പിടിച്ചതാണ്. അത് പിന്നീട് ലൈനുകളായി മെൽറ്റായി പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അത് നമുക്ക് എടുക്കാൻ പറ്റണില്ല, അതിലേക്ക് പതിഞ്ഞു പോവുകയാണ്. എവിടുന്നാണ് അത് കിട്ടിയത്? ഞങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോകുമ്പോൾ കോപ്പർ വന്നടിക്കുന്നുണ്ട് വാഹനത്തിലേക്ക്. നമ്മൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ മേഘം തട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്ന, ഫ്ലൈറ്റ് തട്ടുന്നുണ്ടെന്ന് പറയുന്ന പോലെ സുബ്ഹാനല്ലാഹ്, ആകാശ ലോകത്തേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് കോപ്പർ തട്ടിയിട്ടുണ്ട്. അത് വാഷിങ്ടൺ DC-യിലെ ഇന്നത്തെ അവിടുത്തെ എക്സിബിഷനിൽ വെച്ചിട്ടുള്ള അപ്പോളോ വാഹനത്തിൻ്റെ പുറത്ത് ഏത് സന്ദർശകനും കാണാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു അത് കാണിച്ചു വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരണം. അബ്ദുള്ള ഷിഹാബി പറയാണ്, ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സൂറത്തുർ റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان നിങ്ങൾ റബ്ബിന്റെ ഏത് ദൃഷ്ടാന്തമാണ് നിഷേധിക്കുന്നത്? സഗ്ലൂൽ നജാറിനോട് നേരിട്ട് അബ്ദുള്ള ഷിഹാബി പറഞ്ഞു കൊടുത്ത അനുഭവമാണത്. മഹാനായ സഗ്ലൂൽ നജാർ അദ്ദേഹം തൻ്റെ കിതാബിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണിത്? റബ്ബിന്റെ ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നിങ്ങൾ ചന്ദ്രനിൽ കൊണ്ടുപോയ വാഹനം, ഇനി ഏതെങ്കിലും സ്പേസ് യാത്രക്ക് ഉപയോഗിച്ച വാഹനം പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ഇനിയും നിഷേധിക്കുകയാണോ? ഇതല്ലേ പറഞ്ഞതിനർത്ഥം? എന്തിന് അള്ളാഹു ഇത് ബാക്കി വെച്ചു? മനുഷ്യന് കാണാൻ തന്നെ. അള്ളാഹു തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ ലോകമൊക്കെ അള്ളാഹു സംവിധാനിച്ച് നമ്മളോട് പറയാം, ഇതിലും വലുതാണ് സ്വർഗം, നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ 2 ഇരട്ടി വലുപ്പമുള്ള ലോകം അള്ളാഹു തരാൻ പോണത് എന്നാ. സ്വർഗത്തിലേക്ക് എത്തിയാൽ ഏറ്റവും ചെറിയ പ്രതിഫലത ഈ ലോകത്തിൻ്റെ 2 ഇരട്ടി. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ ജീവിക്കും. കുറച്ച് കാലമല്ലേ ഉള്ളൂ, 10-60 കൊല്ലം, 50, 60, 70 ഒക്കെ കഴിഞ്ഞാൽ തന്നെ ധാരാളമായി. 50, 60 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആരോഗ്യം, നല്ല കാലമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ മനുഷ്യന്മാർ. എന്നാൽ നല്ല കാലം മുഅ്മിൻ്റേത് കഴിഞ്ഞില്ല, അവസാനത്തെ സെക്കൻഡ് വരെ നല്ല കാലം തന്നെയാണ്. നന്മകളിങ്ങനെ വർദ്ധിപ്പിക്കും. അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഈ വലിയ ലോകം, ഇതൊക്കെ ആഖിറമെന്ന സ്വർഗമെന്ന വലിയ ലോകത്തിൻ്റെ സാമ്പിളുകൾ അള്ളാഹു കാണിച്ചു തരാൻ, മനസ്സിലാക്കാൻ വേണ്ടി തരുന്ന ലോകമാണെന്ന. ഇതിനപ്പുറമാണ് അള്ളാഹുവിൻ്റെ മലക്കൂത്ത്, ആലമുൽ മലക്കൂത്ത്. വകദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത് അസ്സമാവാത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അമ്പിയാക്കന്മാർക്കും ഇതിൻ്റെ അപ്പുറം അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അവിടേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിന്നെ സുന്നത്തായ ഇബാദത്തിനെ ഫർളാക്കി നിർവഹിക്കാമോ എന്നാണ് ഉദാഹരണം പറയുകയാണ്. അപ്പോൾ പള്ളിയിൽ ഇത്തികാഫിരിക്കൽ സുന്നത്താ. പക്ഷെ ഒരാൾ പറയും നദർതുലില്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇത്തികാഫിരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ
അതിൽ കുഴപ്പമൊന്നുമില്ല, അത് പ്രതിഫലം കിട്ടും, അത് ഹലാലാണ്, ജായിസാണ്, കൂലിയുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ്. പക്ഷേ അവിടെ എത്തികാഫ് നിയ്യത്ത് ചെയ്താലാണ് എത്തികാഫിൻ്റെ കൂലി കിട്ടുള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞാനത് എത്തികാഫ് നേർച്ചയാക്കി എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. ഹനഫി മദ്ഹബിലാണ് എന്തുള്ളത്, എത്തികാഫ് റമളാനിൽ മാത്രമേ ഉള്ളൂ എന്ന് ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം. പക്ഷേ ഷാഫിഈ മദ്ഹബിൽ നമ്മുടെ ഉലമ ഒക്കെ എല്ലാ ദിവസവും എപ്പോഴും പള്ളി കയറുമ്പോഴൊക്കെ എത്തികാഫ് ഉണ്ട് എന്നുള്ള ആ ഒരു അഭിപ്രായക്കാരാണ്. പിന്നെ ഒരു മൂത്രസംബന്ധമായൊരു അസുഖത്തിൻ്റെ വിഷയം ചോദിച്ചിരുന്നു, ഇൻഷാ അല്ലാഹ് അവർ നേരിട്ട് വിളിക്കണം. പിന്നെ മെൻസസ്സുള്ള സമയത്ത് കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാനോ തെറ്റ് തിരുത്തി കൊടുക്കാനോ പറ്റുമോ എന്ന്. തെറ്റ് ഒരു വാക്ക് തിരുത്തി കൊടുക്കാം. കുട്ടി ഓതിയപ്പോൾ ഒരു തെറ്റ് ഫഅല റബ്ബുക എന്നുള്ളത് റബ്ബിക്ക എന്ന് വായിച്ചു റബ്ബുക എന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കാം, എന്നല്ലാതെ ഖുർആൻ മൊത്തത്തിൽ ഓതി കൊടുക്കാൻ പറ്റൂല. ദിക്റായിട്ട് ചൊല്ലുന്നതൊക്കെ മെൻസസ്സുള്ള സമയത്ത് ഓതാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ആ സൂറത്ത് മുഴുവൻ ഓതി പഠിപ്പിക്കാൻ എന്തായാലും പറ്റില്ല, അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഓരോ വാക്കുകൾ തിരുത്തി കൊടുക്കാം, ആയത്ത് മൊത്തം ഓതി കൊടുക്കാതെ ആയത്തുകൾ തിരുത്തി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. നല്ലതിനാണെന്ന് കരുതി സംഭാവന ചെയ്ത് പിന്നീട് അത് ഹലാലല്ലെന്ന് അറിഞ്ഞത് ഇതിനെന്ത് വിധിയാണ്? ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്ത നിയ്യത്തിന് നമുക്ക് കൂലി തരും. ആൾക്കാരെ നമ്മളെ പറ്റിച്ചതായിട്ടോ അവരും പഠിച്ചവനായിക്കോട്ടെ, അതിന് പ്രയാസമില്ല ഇൻഷാ അല്ലാഹ്. സ്ത്രീധനത്തെ സംബന്ധിച്ച് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞ വിഷയമാണുള്ളത് അല്ലേ. ഏതാണ് ഹലാലാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോശം കാക്ക നിങ്ങൾക്ക് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് മനസ്സമാധാനത്തോടു കൂടെ നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അത് ഹലാലാണ്. അതിനെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റൂല. സ്ത്രീധനം ചോദിക്കാനോ അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറഞ്ഞ കല്യാണവുമായി ബന്ധപ്പെട്ടതിനൊക്കെ സ്ത്രീധനം എന്ന് പറയും, അതുമായി കിട്ടുന്ന ധനത്തിനൊക്കെ സ്ത്രീധനം എന്ന് പറയും. ഒരു പുരുഷനും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കിത്ര വേണം ഇത്ര തരണം എന്ന് ചോദിക്കാൻ ഒരവകാശമില്ല. അതാ മൻ അൻ വഹാച്ചിൻ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ ഏർപ്പാട് പറ്റൂല എന്നാ ശരീഅത്ത് പറയാം. പക്ഷെ എല്ലാം ഹറാമാണ് എന്ന് പറയൂല. അതുകൊണ്ട് സമസ്തയുടെ ഫത്വയിലൊന്നും അങ്ങനെ തെളിച്ച് സ്ത്രീധനം ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഹലാലാവുന്ന വശം വരും. ഹറാമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരാളിൻ്റെ പൈസയും അയാളുടെ പരിപൂർണ പൊരുത്തല്ലാതെ എടുക്കാൻ പാടില്ല എന്ന്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ലാ യഹില്ലു മാലു ഇംറിഇൻ ഇല്ലാ അൻ റിളാ. ഒരു മനുഷ്യന്റെ പൊരുത്തല്ല, റിള എന്ന് പറഞ്ഞാൽ എന്താ, നല്ല പൊരുത്തപ്പെട്ട് തരുന്നത് നിങ്ങൾക്ക് ഹലാലാവുള്ളൂ. പടച്ചോന്റെ കുട്ടിനെ കെട്ടിക്കാൻ ഒരു വകുപ്പില്ല. ആ കുട്ടിക്ക് സ്വർണം വാങ്ങണം, ഓളെ കെട്ടിച്ചയക്കണം, ഒന്നിൽ ഇടങ്ങേറായ ആളുകളെ പിരിവെടുത്തിട്ടു അല്ലാതെയും ബുദ്ധിമുട്ടായിട്ടൊരു മനുഷ്യൻ കൊടുക്കാഞ്ഞാൽ കൊണ്ടുപോകേണ്ട മക്കളെ കല്യാണം കഴിക്കൂലല്ലോ, അത് ഇടങ്ങേറായി തരില്ല. അത് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അത് നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. പെണ്ണിനെ വല്ലതും കൊടുക്കുന്നുണ്ടോ, അത് പെണ്ണിൻ്റെ ഉപ്പ കൊടുക്കുന്നത് പെണ്ണിൻ്റെ സ്വത്താണ്. അവളായിട്ട് പറയണം ഇത് എൻ്റെ ഭർത്താവായ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഭർത്താവിൻ്റെതായിത്തീരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് തരുന്നത് തന്നെ ആ മനുഷ്യൻ പൊരുത്തൽ ഒരു പഠിച്ചോനെ അയാളെ കൊണ്ട് കഴിയില്ലല്ലോ റബ്ബേ, ഇത് അയാൾ എങ്ങനെയെങ്കിലും ഇടങ്ങേറാക്കി ഉണ്ടാക്കിയതായിരിക്കും, നമുക്ക് ബോധ്യമാണ്, അതങ്ങ് എടുക്കരുത്, അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അതല്ല മൂപ്പര് വലിയ പൈസക്കാരനാണ്, എല്ലാവർക്കും ധർമ്മം ചെയ്യണ മനുഷ്യനാ, പുതിയാപ്പിളല്ലേ പുതിയാപ്പിളക്കും കൊടുത്തു, അത് നിങ്ങൾക്ക് ഹലാലാണ്. അത് നമുക്ക് എങ്ങനെ ഹറാമ പറയാൻ പറ്റില്ലല്ലോ. പുതിയാപ്പിളക്ക് പൊരുത്തപ്പോൾ ആൾ കൊടുക്കുന്ന ആളാണ്, അയാൾക്ക് കൊടുക്കാനുള്ള വകുപ്പുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ചോദിച്ചതോ വാങ്ങിയതൊന്നും അല്ല, പക്ഷെ ആൾ തന്നിട്ടുണ്ട്, പൊരുത്തമുണ്ടോ നിങ്ങൾ ചോദിക്കണം. അല്ല അതിപ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്കാണോ നിങ്ങളെ മോൾക്കാണോ എന്ന് പ്രത്യേകം ചോദിച്ചേക്ക്. അതൊക്കെയാണ് ഇപ്പോൾ വലിയ പ്രശ്നം. പിന്നെ വല്ല ഗുൽമാല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഇതൊക്കെയാണ് പിന്നെ വലിയ ചർച്ചയായിട്ട് വരിക. അപ്പം നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് മാത്രം തരുന്നത് അത് സമ്മർദ്ദത്തിന് വഴങ്ങി അല്ല എന്ന് ബോധ്യപ്പെടണം. അത് ഇയാൾ ബുദ്ധിമുട്ടി തരില്ല എന്ന് ബോധ്യപ്പെടണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കൊണ്ടല്ല എന്ന് ബോധ്യപ്പെടണം. ഇയാളുടെ പൊരുത്തുണ്ട് എന്ന് അറിയണം. അത്തരം കാര്യങ്ങൾ മാത്രമേ അതിൽ ഹലാലാവുള്ളൂ, അല്ലാത്തത് ഹറാമാണ്. എന്തേ? പൊരുത്തല്ലാത്ത പറ്റൂല എന്ന് തന്നെ. അതിൻ്റെ മസാല അത്രയേ ഉള്ളൂ. അതിൽ നമ്മളെല്ലാം ഹറാമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഹലാലുള്ള വശങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇത് ഒരു ഭാഗം ഹലാലാവും, ഇത് ഇങ്ങനെ പൊരുത്തപ്പെട്ട് തന്നാൽ. അല്ലാത്തത് എന്താണ് ചോദിക്കാൻ പറ്റൂല കേട്ടോ, മറ്റേ മനസ്സിലാക്കുക. അങ്ങനെ സംഗതി തന്നെയല്ല, നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണ് അതൊക്കെ. കേട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا مالك الملوك يا تنبران يا الله. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചിന്തിച്ചതും ആലോചിച്ചതും സ്വീകരിക്കണേ റബ്ബേ. നിൻ്റെ വലിയ ലോകത്തെ സംബന്ധിച്ചാണ് റബ്ബേ എന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കണത്. യാ അല്ലാഹ്, ഞങ്ങൾ നിൻ്റെ സൃഷ്ടികളിൽ നിസ്സാരന്മാരാണ് റബ്ബേ. പടച്ചോനെ, നിൻ്റെ നിഅമത്ത് ഇതെല്ലാം മനസ്സിലാക്കാനും അറിയാനും ഇവിടേക്ക് യാത്ര ചെയ്യാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെ നീ മനുഷ്യന് കൊടുത്തുവല്ലോ പടച്ചോനെ. യാ അല്ലാഹ്, നിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ അല്ലാഹ്.
ബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വായുവിലും കടലിലുമൊക്കെ യാത്ര ചെയ്യുന്ന നീ തന്ന നിഅമത്താണ് റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീൻ. ഞങ്ങളുടെ പാപങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്തതികൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ജ്യേഷ്ഠാനുജന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് സാധാരണക്കാർ, ഞങ്ങൾക്ക് അറിയുന്നവരും അറിയാത്തവരും, അവർക്കെല്ലാം പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരുപാട് ദീനി സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ദീനി പ്രോഗ്രാമുകളെ സഹായിക്കുന്നവർ എല്ലാവരെയും രണ്ട് ലോകത്തിൽ നീ സഹായിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ പരിശുദ്ധമായ സെൻറ്റർ, ഇസ്ലാമിക് സെൻറ്റർ ഇത് സ്ഥാപിച്ച സ്ഥാപക നേതാക്കന്മാർ, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നിൻ്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. റഹ്മർ റാഹിമായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന ഈ നാട്ടിൽ ചെയ്ത വലിയൊരു നിഅമത്താണ് അല്ലാഹുവേ. ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് അല്ലാഹു ഞങ്ങളോട് നല്ല മനസ്സ് തോന്നിപ്പിക്കണേ റബ്ബേ. ഇവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പ്രയാസമുള്ള അവസ്ഥകൾ വരാതെ കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ആരുടെ കീഴിലെല്ലാം ജോലി ചെയ്യുന്നു അവർക്ക് ഞങ്ങളോട് കാരുണ്യം തോന്നിപ്പിക്കണേ അല്ലാഹു. ജോലി സംബന്ധമായ സാഹചര്യങ്ങളിൽ ഫിത്നയും പ്രശ്നങ്ങളും വസാദും ഈബത്തും നമീമത്തും പറയുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹു നിൻ്റെ കാവൽ ഞങ്ങൾക്ക് എല്ലായിടത്തും നീ നൽകണേ തമ്പുരാനെ. റഹ്മർ റാഹിമായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹുവെ. പ്രസവിക്കാറായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ പടച്ചോനെ. ആ മക്കളെ നീ വളർത്തണേ റബ്ബേ, അവരെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, വിവാഹപ്രായമെത്തിയ സഹോദരിമാർ മക്കളുള്ളവരുണ്ട് അല്ലാഹ്, അവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ വിഷയങ്ങളുണ്ട് അല്ലാഹു. അവരുടെയൊക്കെ റാഹത്തുള്ള യോജിച്ച ഇണകളെ കൊടുക്കണേ തമ്പുരാനെ. കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട് റബ്ബേ, അവർക്കെല്ലാം യോജിച്ച് ഇണകളെ നൽകണേ അല്ലാഹ്. വിവാഹങ്ങളൊക്കെ ആർഭാടങ്ങളും അനാവശ്യങ്ങളൊന്നും ഇല്ലാതെ റാഹത്തിലും സന്തോഷത്തിലും നീ പറഞ്ഞ പോലെ നടത്താനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അർഹമർ റാഹിമായ റബ്ബേ, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നീ ഇസ്സത്തും അഭിമാനവും ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും ഒക്കെ കൊടുക്കണേ റബ്ബേ. കല്യാണത്തിൻ്റെ പേരിൽ അനാവശ്യങ്ങളോ ചോദിച്ചു വാങ്ങലോ അങ്ങനത്തെ വാങ്ങിപ്പിക്കലോ ഏർപ്പാടുകളോ ഒന്നുമില്ലാതെ സ്വർണം കൊടുത്ത് ഹലാലായ രീതിയിൽ മഹർ കൊടുത്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, കല്യാണം കൊണ്ട് ജീവിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി നീ അവർക്ക് മൈഷത്ത് കൊടുത്ത് അന്തസ്സിൽ നീ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥ കൊടുക്കണേ തമ്പുരാനെ. അർഹമർ റാഹിമായ റബ്ബേ, അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞവർ കുടുംബങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് അസ്വാരസ്യങ്ങളും അരുതാത്ത വാക്കുകൾ പറഞ്ഞും വേദനിപ്പിക്കുന്ന അവസ്ഥകളുണ്ട് റബ്ബേ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹു. ഫിത്നയും ഫസാദും പറയുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന ആളുകളെ യോജിപ്പിക്കണേ അല്ലാഹ്. മിണ്ടാതെ കഴിയുന്ന ആൾക്കാരെ മിണ്ടിപ്പിക്കണേ പടച്ചോനെ. അല്ലാഹുവെ, മരിച്ചു പോകുന്നതിന് മുമ്പ് പൊരുത്തപ്പെടിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾ ആരെപ്പറ്റി ഈബത്തും നമീമത്തും പറയുന്നൊരവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ. ഞങ്ങളെപ്പറ്റി ആരൊക്കെ പറയുന്നുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുക പടച്ചോനെ. അർഹമർ റാഹിമായ റബ്ബേ, നിൻ്റെ ദീനിന് റാഹത്തിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അർഹമർ റാഹിമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. മരണത്തിന് മുമ്പ് കടം വിടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. അല്ലാഹു, കച്ചവടങ്ങളൊക്കെ പൂട്ടിയവരുണ്ട്, പൂട്ടാൻ നിർബന്ധിതരായ ആളുകളുണ്ട്, അവർക്കൊക്കെ അതിന് പകരം ഖൈർ നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ പടച്ചവനെ, നീ പകരം നൽകണേ അല്ലാഹ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ അല്ലാഹ്. ഉള്ള ശമ്പളത്തിൻ്റെ ദീനിനെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ. ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളുകളാണ് റബ്ബേ അവിടെ ഇരിക്കുന്നത്. യാ അല്ലാഹ്, അവർക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നിഅമത്ത് എമ്പാടും നീ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, നീ തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഞങ്ങൾക്ക് നീ പറഞ്ഞ പോലെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. യാ അല്ലാഹ്, ഞങ്ങളെ മുഅ്മിനീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളൊക്കെ വഴിപഴിച്ചു പോകാതെ കാക്കണേ റഹ്മാനെ. ക്യാമ്പസുകളിലും മറ്റും പുറത്തൊക്കെ പഠിച്ചിരിക്കുന്ന മക്കൾ അല്ലാഹുവേ, അവിടെയുള്ള മറ്റു സംഘങ്ങളിൽ പെട്ടുപോകാതെ നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുമ്പോൾ അവിടെയുള്ള കുരുത്തക്കേടുള്ള മക്കളെ നന്നാകത്തക്ക രീതിയിലുള്ള മക്കളാക്കി തരണേ തമ്പുരാനെ. റഹ്മർ റാഹിമായ റബ്ബേ, ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു അരുതാത്തതുണ്ടാകുന്ന അവസ്ഥ കേൾക്കുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ കണ്ടവന്മാരുടെ കൂടെ ഒടിച്ചോടി പോവുകയോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ കുട്ടികളെയും മക്കളെയും ഭർത്താവിനെ ഉപയോഗിച്ച് കണ്ടവൻ്റെ ഫോണും കേട്ട് പോവുകയോ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞങ്ങളുടെ പെണ്ണുങ്ങളോ ആണുങ്ങളോ ചെയ്യാതെ കാക്കണേ തമ്പുരാനെ. റഹ്മർ റാഹിമായ റബ്ബേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി പിന്നെ പിറകോട്ട് നോക്കുമ്പോഴേക്കും ദൂരം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ. നല്ല അന്തസ്സിലും അഭിമാനത്തിലും ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ ഫിത്നകൾ കയറി വന്ന് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരുപാട് കേൾക്കേണ്ട പടച്ചോനെ. ഈ ഉമ്മത്തിനെ നീ രക്ഷിക്കണേ പടച്ചോനെ. ഈ ഉമ്മത്തിൽ ആരാണോ ഫിത്ന ഉദ്ദേശിക്കുന്നത് നീ അവരെ പിടിച്ചു കെട്ടണേ റബ്ബേ.
ഞങ്ങളുടെ സഹോദരന്മാരുടെയും ചാരിത്രശുദ്ധിയെ നീ സൂക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു ഒരു വ്യഭിചാരത്തിലേക്കോ കണ്ണുകൊണ്ടുള്ളൊരു നോട്ടത്തിലേക്കോ പോലും എത്താതെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കണ്ണും ശരീരവും കാതും മനസ്സും ബ്രെയിനും തലച്ചോറും ഖൽബും എല്ലാം നീ കാക്കണേ അല്ലാഹ്. ഇതൊക്കെ നിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാൻ തൗഫീഖ് താ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുകളും നീ പറഞ്ഞ പോലെ ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. പരസ്പരമുള്ള വൈരാഗ്യമോ സ്പർദ്ധയോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൻ്റെ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളൊക്കെ ജീവിപ്പിക്കണേ റബ്ബേ. അള്ളാഹു നിൻ്റെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച പ്രസ്ഥാനമാണ് റബ്ബേ സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ. അതിൻ്റെ ഉലമാഇന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അവരിലെ ആലിമികളിൽ നിന്നാണ് റബ്ബേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അള്ളാഹുവെ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ നിൻ്റെ ദീൻ നിലനിൽക്കാൻ അവരിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. അവിടെ ഖൈറിനെ നീ നിലനിർത്തണേ റബ്ബേ. അള്ളാഹു എല്ലാ ഷർറിൽ നീ കാക്കണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ നിൻ്റെ ദീനിനെ നീ കാക്കണേ അല്ലാ. നിൻ്റെ ദീൻ നീ സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുപ്പ് നീ നടപ്പാക്കുമ്പോൾ അതിലൊരു ഓഹരി ഞങ്ങൾക്കും തരണേ തമ്പുരാനെ. നിൻ്റെ ദീനിൻ്റെ ഒരു കാര്യമെങ്കിലും ഒരാൾക്ക് അറിയിച്ചു കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ എത്തിച്ചു കൊടുക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അതിൻ്റെ കൂലി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാളെ ഖബറിൽ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ല മഹ്ശറായിൽ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങൾക്ക് വേണമല്ലാ. പ്രച്ചവനെ ഈ ടൗണിൽ ഈ നഗരമധ്യത്തിൽ എത്രയോ ആളുകൾ ഈ നേരം ഉറങ്ങിക്കൊണ്ടിരിക്കുകയോ മറ്റ് കാര്യങ്ങളിൽ ചെലവഴിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കെ നിൻ്റെ ഇൽമു കേൾക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ നീ സഹായിച്ചല്ലോ പടച്ചോനെ. ഇതുപോലെ നാളെ എല്ലാ ഖൈറിലേക്കും ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. അള്ളാഹു നിൻ്റെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഹജ്ജും ഉംറയ്ക്കും വേണ്ടി നിയ്യത്ത് ചെയ്തവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ഇവിടെ പോകാനിരിക്കുന്നവർ, അതിന് അമീറന്മാർ, ഉസ്താദുമാർ, അതിന് കൂടെ പോകുന്നവർ എല്ലാവരും അള്ളാഹുവെ എല്ലാ അപകടങ്ങളിൽ നിന്നവരെ നീ കാക്കണേ റബ്ബേ. റാഹത്തിലും സന്തോഷത്തിലും തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അവരുടെയൊക്കെ ദുആകൾ ഞങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തണേ പടച്ചോനെ. അള്ളാഹുവെ ഞങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയെ നീ ഖബൂലാക്കണേ അല്ലാ. നിൻ്റെ കഅബ ഒന്ന് കാണാനും ഹജറുൽ അസ്വദ് കാണാനും മുത്താനും നിൻ്റെ മഖാം ഇബ്രാഹിം കാണാനും സംസം കുടിക്കാനും സഫാ മർവൻ്റെ ഇടയിൽ നടക്കാനും നിൻ്റെ മശായറുകൾ മുഴുവനും അവിടെ ഷായറുകൾ കാണാനും അള്ളാഹു അവിടെ നിന്നൊക്കെ പുണ്യം നേടാനുള്ള ഭാഗ്യം നിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളവിടെ കിടക്കുന്നുണ്ടല്ലോ അല്ലാഹ്. അവിടെ തരികത്ത് ചെന്ന് സലാം പറയാനൊക്കെ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع